സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിക് മെഷീൻസ്. അതിൽ തന്നെ നമ്മൾ RRBJയിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പും അത് കണക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ആണ് മെയിൻലി വരുന്നത്. അന്നേരം നമുക്ക് ആദ്യമേ ഒരു ചെറിയൊരു ഇൻട്രോ എന്ന് പറയാം. പമ്പുകളെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും റോട്ടോഡൈനാമിക് പമ്പുകളും. ഓക്കെ, ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് നമ്മുടെ ലിക്വിഡിന് പമ്പ് ചെയ്യാനായിട്ട് പുഷിങ് ആക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് മേ ബി റെസിപ്രോക്കേറ്റിംഗ് ആക്ഷനും ആകാം, റോട്ടറി മൂവ്മെന്റും ആകാം. എന്നുവെച്ചാൽ കറക്കത്തിലൂടെ അല്ലെങ്കിൽ പുഷിങ് ആക്ഷൻ, ലാറ്ററൽ മൂവ്മെന്റ്, ടു ആൻഡ് ഫ്രോ മൂവ്മെന്റിലൂടെ വെള്ളത്തിന് പുഷിങ് ആക്ഷനിലൂടെ ഒരു നമ്മൾ ചേഞ്ച് ഇൻ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് ട്രാൻസ്ഫർ നടത്തുന്നതാണ് ഏതെന്ന് പറയുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ചെയ്യുന്നത്. അതേസമയം റോട്ടോഡൈനാമിക് പമ്പുകൾ, ഫോർ എക്സാമ്പിൾ സെൻട്രിഫ്യൂഗൽ പമ്പ്, ജെറ്റ് പമ്പ്, പ്രൊപ്പല്ലർ പമ്പ്, ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ഈ റോട്ടോഡൈനാമിക് പമ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ ലിക്വിഡിന് ആദ്യം അതിന് കൈനറ്റിക് എനർജി, നമ്മൾ ഇമ്പല്ലർ കറക്കിയിട്ട് ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് കാണും, അന്നേരം അതിനെ കറക്കിയിട്ട് കൈനറ്റിക് എനർജി കൊടുക്കും. അന്നേരം കൈനറ്റിക് എനർജി കിട്ടി അതിന്റെ വെലോസിറ്റി കൂടിയിട്ട് ആ കൈനറ്റിക് എനർജിയെ പിന്നെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ പ്രഷർ എനർജി റൈസ് കാരണം പമ്പിൽ ഫ്ലൂയിഡ് ട്രാൻസ്ഫർ നടക്കുവാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് റോട്ടോ ഡൈനാമിക് പമ്പാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇവിടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ സിലബസ് ഇല്ല, റോട്ടോ ഡൈനാമിക് പമ്പുകളാണുള്ളത്. അന്നേരം എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a centrifugal pump give maximum efficiency when the impeller blades are. നമുക്ക് മെയിൻലി 3 തരം ബ്ലേഡുകളാണ് ഉണ്ടാവുക: ബാക്ക്വേർഡ് കർവ്ഡ് ബ്ലേഡ്, ഫോർവേഡ് കർവ്ഡ് ബ്ലേഡ്, റേഡിയൽ ബ്ലേഡ്. ഇങ്ങനെ 3 തരം ബ്ലേഡുകളാണ് മെയിൻലി ഉണ്ടാവുക. ബാക്ക്വേർഡ് കർവ്ഡ് ബ്ലേഡ്, ബാക്ക്വേർഡ് കർവ്ഡ് ബ്ലേഡ് അല്ലെങ്കിൽ വെയിൻസ്, ഫോർവേഡ് കർവ്ഡ് വെയിൻസ് അല്ലെങ്കിൽ റേഡിയൽ വെയിൻസ്. ഇങ്ങനെ 3 തരം വെയിനുകളാണ് മെയിൻലി ഉള്ളത്. ഓക്കെ, അന്നേരം ഇത് എല്ലാം അതിന്റെ എക്സിറ്റിലെ വെയിൻ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ആംഗിളുകൾ വരുന്നത്. എക്സിറ്റിന്റെ ആംഗിളുകളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫൈവ് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ഫൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഈ 5 ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻ. 90 കൂടുതലാണെങ്കിൽ അത് ഫോർവേഡ് കർവ്ഡ് വെയിനും, റേഡിയൽ വെയിൻ ആണെങ്കിൽ ഇത് 90 ആയിരിക്കും. നോർമലി നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡുകൾ ഏതായിരിക്കും എന്നുവെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ റൊട്ടേഷൻ വരുമ്പോൾ ഇതാണ് ബ്ലേഡ് എങ്കിൽ, ഓക്കെ, അന്നേരം റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് നമുക്ക് വെള്ളം പുറത്തോട്ടാണ് വരേണ്ടത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെള്ളം പുറത്തോട്ടാണ് വരേണ്ടത്. ഓക്കെ, അന്നേരം അതിന് മെയിൻലി യൂസ് ചെയ്യുന്ന ഏത് തരം ബ്ലേഡ് ആണ്? ബെൻ ഫോർവേഡ് ആണോ, ബെൻ ബാക്ക്വേർഡ് ആണോ, സ്ട്രെയിറ്റ് ആണോ, വെയിൻ ഷേപ്ഡ് ആണോ? എന്തെങ്കിലും ആൻസേഴ്സ് ഒന്ന് പറയാമോ? സെൻട്രിഫ്യൂഗൽ പമ്പിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ബ്ലേഡ്സ് ഏത് ഷേപ്സ് ആയിരിക്കും? ഹലോ, ഓപ്ഷൻ ബി ആ റൈറ്റ് ആൻസർ, ബെൻ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട്, ഡീറ്റെയിലിംഗും ഡയഗ്രാം ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ടഡ് വിത്ത് ഡെലിവറി വാൽവ് കെപ്റ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡെലിവറി വാൽവ് ഏത് കണ്ടീഷനിലാണ് ഉണ്ടാവുക? ഫുള്ളി ഓപ്പൺ ആണോ, ഫുള്ളി ക്ലോസ്ഡ് ആണോ, പാർഷ്യലി ഓപ്പൺ ആണോ? എന്താണ് ഉത്തരം? ആലോചിച്ച് നോക്ക്. സെൻട്രിഫ്യൂഗൽ പമ്പിലെ ഡെലിവറി വാൽവ് വെച്ചാൽ നമ്മുടെ പമ്പ് ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പെങ്കിൽ, ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ എന്ത് വെക്കുന്നത്, ഡെലിവറി വാൽവ് ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മളെ ഇവിടെ സക്ഷൻ പൈപ്പ് എൻഡിലെ ഫുഡ് വാൽവ് ഉണ്ടാവും. ഓക്കെ, ഈ ഐ ഓഫ് ദി ഇമ്പല്ലറിലോട്ട് വെള്ളം വരികയും വാട്ടർ വരികയും അവിടെ ഇമ്പല്ലർ എന്ത് ചെയ്യും? ഇമ്പല്ലർ അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇതാക്കുകയും ഡെലിവറി വാൽവ് നോർമലി എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ പ്രഷർ ചേഞ്ച് വന്ന്
ഇത് പുഷ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് വാട്ടർ ഇതുവഴി കയറി പോകുന്നത്. അതേസമയം ആക്സിയൽ ഫ്ലോ പമ്പ് ആണെങ്കിൽ നോർമലി ഡെലിവറി വാൽവ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, സെൻട്രിഫ്യൂഗൽ പമ്പിൽ സ്റ്റാർട്ടിങ്ങിൽ ഡെലിവറി വാൽവ് കെപ്റ്റ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് പ്രഷറൈസ് ചെയ്ത് പുഷ് ചെയ്തിട്ടാണ് ഡെലിവറി വാൽവ് ഓപ്പൺ ആയിട്ട് ഡെലിവറി പൈപ്പിലൂടെ എങ്ങോട്ട് പോകുന്നത്, ടാങ്കിലോട്ട്, ഓവർ ഹെഡ് ടാങ്കിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി, ഫുള്ളി ക്ലോസ്ഡ്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ആക്സിയൽ ഫ്ലോ പമ്പ് ആണെങ്കിൽ ഫുള്ളി ഓപ്പൺ ആയിരിക്കും. ഓക്കെ, നോർമലി സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സ്പെസിഫിക് സ്പീഡ്. Specific speed of a Sentry hydraulic pump. Specific speed of a hydraulic pump is the speed of a geometrically similar pump working against a unit head and option A, deliver unit discharge of water, consume unit power, have unit velocity of flow, have unit radial velocity. ഏതാണ് ഉത്തരം? Specific speed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a speed of a geometrically similar pump which will എന്താണ്, which will deliver unit discharge when working under unit head. So ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, അന്നേരം യൂണിറ്റ് ഡിസ്ചാർജ് 1 meter cube per second വാട്ടർ ഡിസ്ചാർജ് ചെയ്തു വെൻ വർക്കിംഗ് അണ്ടർ 1 meter. അപ്പോഴുള്ള സ്പീഡിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് എ പമ്പ്. ഇതേസമയം ടർബൈൻ ആകുമ്പോഴോ 1 kilowatt-hour പവർ പ്രൊഡ്യൂസ് ചെയ്യണം വെൻ വർക്കിംഗ് അണ്ടർ 1 meter ഹെഡ്. അപ്പോഴുള്ള സ്പീഡാണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ. സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ എന്താന്ന് ഓർമ്മയുണ്ടോ? n√q/h⁻³ ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് ക്യാവിറ്റേഷൻ ഇൻ ദ സെൻട്രിഫ്യൂഗൽ പമ്പ്? ഇതിൽ ഏതാണ് ക്യാവിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുന്നത്? ലോ സക്ഷൻ ഹെഡ്, ഹൈ ഡെലിവറി പ്രഷർ, ലോ ഡെലിവറി പ്രഷർ, ഹൈ സക്ഷൻ പ്രഷർ. ഏതാണ് ഉത്തരം? ഈ ക്യാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്ത് ഓപ്പറേറ്റിംഗ് പ്രഷർ എപ്പോഴെങ്കിലും വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞൊരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിന്റെ താഴോട്ട് പോവുകയാണെങ്കിൽ വാട്ടർ വേപ്പർ ആവാൻ തുടങ്ങും. ഓക്കെ, ആ വേപ്പേഴ്സ് എന്ത് ചെയ്യും? തമ്മിൽ ചെറിയ ചെറിയ വേപ്പേഴ്സ് തമ്മിൽ യുണൈറ്റ് ചെയ്തിട്ട് വലിയൊരു വേപ്പർ ആവും. ഓക്കെ, ലോ ഡെലിവറി പ്രഷർ അല്ല കേട്ടോ ആൻസർ. ഹൈ ഡെലിവറി പ്രഷർ താഴോട്ട് പോവുകയാണെങ്കിലാണ് ആ ഒരു പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, ഹൈ സക്ഷൻ ഇതിന്റെ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ സക്ഷൻ പ്രഷറും ഇനി റെഡ്യൂസ്ഡ് സക്ഷൻ ലിഫ്റ്റ് കുറവായിരിക്കണം. ഇനി ഫ്രിക്ഷണൽ ലോസസ് കുറവായിരിക്കണം. പിന്നെ റിക്വയർഡ് NPSH, നെറ്റ് സക്ഷൻ പോസിറ്റീവ് ഹെഡ് എന്ന് പറയുന്ന പമ്പിനൊരു NPSH കാണാം. അതിന്റെ ലോവറിലോട്ട് പോകാൻ പാടില്ല. ഓക്കെ, അന്നേരം യൂസ് ദി പമ്പ് വിത്ത് എ ലോവർ NPSH ദാൻ ദ അവൈലബിൾ NPSH. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് സെക്ഷൻ പോസിറ്റീവ് ഹെഡിനെയും കാട്ടി താഴെ വെക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പമ്പിന്റെ NPSH എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ക്യാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ, വേപ്പർ പ്രഷറിന്റെ താഴെ പോകുമ്പോൾ വേപ്പേഴ്സ് ഫോം ചെയ്യുന്നു, അത് യുണൈറ്റ് ചെയ്യുന്നു, അങ്ങനെ വലിയ വലിയ ബബിൾസ് ആയിട്ട് വേപ്പേഴ്സ് ആയിട്ട് മാറുന്നു. അത് ഹൈ പ്രഷർ റീജിയണിൽ പോയിട്ട് ബേസ്റ്റ് ആയിട്ട് പല പ്രശ്നങ്ങൾ, പിറ്റിംഗ് ഉണ്ടാക്കുന്നു, വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു. ഇതിന്റെ റെമഡി എന്ന് പറയുന്നത് വേപ്പർ പ്രഷറിലോട്ട് എത്താതിരിക്കാൻ ശ്രമിക്കുക. ആ വേപ്പർ പ്രഷർ നെഗറ്റീവ് പ്രഷർ റേഞ്ചിലാണ് വേപ്പർ പ്രഷർ ഇരിക്കുന്നത്. അന്നേരം ലോ സക്ഷൻ പ്രഷർ വെച്ച് കഴിഞ്ഞാൽ വേപ്പർ പ്രഷറിന്റെ അടുത്തോട്ട് പോകും. അന്നേരം ഇച്ചിരി ഒരു മീഡിയം ഹൈ ആയിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു സക്ഷൻ പ്രഷർ വെക്കുക. ഒരു ഹൈ വേപ്പർ പ്രഷറിന്റെ താഴെ പോകാത്ത ലെവലിലുള്ള ഒരു സക്ഷൻ പ്രഷർ വെക്കുക. ഹൈ സക്ഷൻ പ്രഷർ ആണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പമ്പ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്? ഇതിൽ ഏതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് അല്ലാത്തത്?
ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ, സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. അത് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ആണ്. ഈ വെയിൻ പമ്പും ലോ പമ്പും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ അല്ല, റോട്ടറി ആക്ഷൻ ആണ്. ഓക്കെ, അവിടെയും പുഷിംഗ് ആക്ഷൻ തന്നെയാണ്. പുഷിംഗ് ആക്ഷനിലൂടെ ഫ്ലൂയിഡ് പമ്പ് ചെയ്താൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, സോ നമുക്കൊരു അടുത്ത ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. എ പമ്പ് ക്യാൻ റൈസ് 100 liters of water through a height of 200 meters in 1 minute. How much work in 1 hour? 1 hourൽ അത് ചെയ്ത ജോലി എന്താണ്? 1 hourൽ ചെയ്ത വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു വർക്ക് നമുക്ക് എങ്ങനെ കണ്ടു? വർക്കിന്റെ ഇക്വേഷൻ എന്താ? വാട്ടർ പവറിന്റെ ഇക്വേഷൻ എന്താ? വാട്ടർ പവറിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. വാട്ടർ പവറിന്റെ ഇക്വേഷൻ എന്താ? റോജി, റൈറ്റ് ആൻസർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ ആൻസർ നോക്കുമ്പോൾ നമുക്ക് അറിയാം, ജിയുടെ വാല്യൂ നമ്മൾ 9.81 കൊടുക്കേണ്ട 10 കൊടുത്താൽ മതി. വാല്യൂസ് കാണുമ്പോൾ മനസ്സിലാവും. സോ റോ വാല്യൂസ് 1000. ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാം. ജിയുടെ വാല്യൂ 9.8000 പകരം ഞാൻ 10 കൊടുക്കുന്നു. ക്യൂ ലിറ്റേഴ്സിലാണ് ഇട്ടാക്കുന്നത്. അതിന് എന്തിലോട്ട് മാറ്റണം? മീറ്റർ ക്യൂബിലോട്ട് മാറ്റണം. 1000 into 10⁻³ ഇൻറ്റു ഹൈറ്റ് എത്രയാ? 200. ഇനി ഇൻ 1 minute ആണ്, നമുക്ക് അവറിലുള്ള വർക്കാണ്. അന്നേരം ഒരു അവറിലുള്ള ഡിസ്ചാർജ് ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു എന്തും കൂടെ ചെയ്യണം? 60 കൂടെ ചെയ്യണം. ഒരു മിനിറ്റിലല്ലേ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 1 മണിക്കൂറത്തെ ആകും. സോ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഉത്തരവ്. ഇത്രയും എന്തായിരിക്കും? വാട്ട്സ്. അന്നേരം വാട്ട്സ് അല്ല, ന്യൂട്ടൺ മീറ്റർ പെർ അവർ. ഓക്കെ, എന്താ ആൻസർ പറയാമോ? ഓപ്ഷൻ സി 12 into 10⁻⁶ ആയിരിക്കും ആൻസർ വരുന്നത്. സോ ഒന്ന് ചെയ്ത് നോക്കുക. ഈ 10⁻³ ഈ 1000 കട്ടായി. ബാക്കി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? 2 into 6 12. പിന്നെ എത്ര പൂജ്യം ഉണ്ടോ നോക്കിയാൽ 1 2 3 4 5 6. അങ്ങനെ 12 into 10⁻⁶. ഇത്രയും ന്യൂട്ടൺ മീറ്റർ പെർ അവർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ്. എസെൻഷ്യൽ പാർട്ട്, വെരി എസെൻഷ്യൽ പാർട്ട് ഏതാണ്? ഫുഡ് വാൽവ്, കേസിംഗ്, പ്രൈമിംഗ് വാൽവ്, ഇംപെല്ലർ. എസെൻഷ്യൽ പാർട്ട് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ആലോചിച്ച ഉത്തരം കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൺഫ്യൂസിംഗ് ആണ്. കേസിംഗ് നമുക്ക് ആവശ്യമാണ്. വളരെ വെരി എസെൻഷ്യൽ പാർട്ട് ഏതാന്ന് നോക്കാം. ഇവിടെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുമ്പോൾ അതിന് എസെൻഷ്യൽ ആയിട്ട് എന്താണ്? അതിനൊരു റോട്ടോ ഡൈനാമിക് ആയിട്ടൊരു റോട്ടർ വേണം, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും റോട്ടോ ഡൈനാമിക് ഫോഴ്സ് അവിടെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. ഇംപെല്ലർ ഈസ് എ എസെൻഷ്യൽ പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ pressure of water by means of a hydraulic energy available from a large amount of water at a low pressure. Accumulator, hydraulic ram, hydraulic pump, or gear pump, hydraulic intensifier. ഇതിൽ ഏത് ഡിവൈസ് ആണ് പ്രഷർ, ലോ പ്രഷർ, ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡിന് ഹൈ പ്രഷറിലോട്ട് നമ്മൾ ഹൈഡ്രോളിക്കലി അതിനെ ആക്കുന്നത്? അക്യൂമുലേറ്റർ എന്താണ്? സ്റ്റോറേജ് ആണ്. റാം, ഹൈഡ്രോളിക് പമ്പ്, ഹൈഡ്രോളിക് ഇന്റൻസിഫയർ. ലോ പ്രഷറിലുള്ള ഒരു ലിക്വിഡിന് ഹൈ പ്രഷറിലോട്ട് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹൈഡ്രോളിക് ഇന്റൻസിഫയർ. ഇന്റൻസിഫയർ ആണ്. നമ്മൾ ഈ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അന്നേരം അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇന്റൻസിഫയർ ആണ്. വരുന്ന വെള്ളത്തിനെ പമ്പ് ചെയ്തിടുന്ന വെള്ളത്തിന് 2500 3000 ബാർ ഒക്കെ ആക്കുന്ന ഇന്റൻസിഫയേഴ്സ് ആണ് ഈ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ഇന്റൻസിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റൻസിഫയർ ആണ് എന്ത് ചെയ്യുന്നത്? ലോ പ്രഷറിലുള്ള വാട്ടറിനെ ഹൈ പ്രഷറിലോട്ട്, വെരി ഹൈ പ്രഷറിലോട്ട് ആക്കുന്നത്. ഓക്കെ, ദ വാൽവ് ഓപ്പൺ only in upward direction at the lower end of the suction pipe in the centrifugal pump.
റിലീഫ് വാൽവ്, നോൺ റിട്ടേൺ വാൽവ്, സേഫ്റ്റി വാൽവ്, പ്രഷർ വാൽവ്. ഏതാണ്? ഒരു വാൽവ് അത് ഓപ്പൺ ഓൺലി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, മേലോട്ട് മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ. അത് എവിടെ വെച്ചേക്കുന്ന? അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദി സക്ഷൻ പൈപ്പ്. സക്ഷൻ പൈപ്പിന്റെ ലോവർ എൻഡിൽ വെച്ചേക്കും. ഒരു ഡയറക്ഷനിൽ മാത്രമേ. സോ അരുൺ ആൻസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ വൺ വേ വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഒരു ഡയറക്ഷനിൽ മാത്രമേ വെള്ളം കടത്തി വിടത്തോളൂ, തിരിച്ചുള്ള ഡയറക്ഷൻ പറ്റത്തില്ല. അതിന് വൺ വേ വാൽവ് ആണ്, അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ് ഈസ് ദ ആൻസർ. ഓക്കെ, ഓപ്ഷൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വാട്ട് ഈസ് ദ മാക്സിമം തിയററ്റിക്കലി പോസിബിൾ സക്ഷൻ ഹെഡ് ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ്? ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന് പറ്റാവുന്ന മാക്സിമം തിയററ്റിക്കൽ സക്ഷൻ ഹെഡ് എത്രയാണ്? മാക്സിമം സക്ഷൻ ഹെഡ്, മാക്സിമം സക്ഷൻ ഹെഡ്. P equal to rho g h ആണ്. ഇത് നമുക്ക് എന്തറിയാം? എന്തെഴുതാം? h equal to എന്താ? P by rho g. ഇത് ചെയ്ത ആൻസർ കിട്ടും. മാക്സിമം പോസിബിൾ ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത്, ഇപ്പൊ നെഗറ്റീവ് പ്രഷർ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മാക്സിമം നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെ ഇതിൽ സക്ഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൽ കൂടുതൽ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ വെള്ളം കയറി വരത്തില്ല. സോ ഈ അറ്റ്മോസ്ഫിയർ ബൈ 1000 into 9.81. ഈ അറ്റ്മോസ്ഫിയറിക് വാല്യൂ എത്രയാണ്? 1 ബാർ ആണ്. 1.013 into 10⁵ ബാർ ആണ്. അത്രയും ബാർ അല്ലെങ്കിൽ 1.013 ബാർ അല്ലെങ്കിൽ ഇത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 into 9.81. ഒരു ഏകദേശ ആൻസർ എത്ര കിട്ടും? ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 10⁻⁵ ഇതില് 10⁻3, ഇതില് 10⁻2 ആയിട്ട് മാറി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ 101.3 ഡിവൈഡ് ബൈ 9.81. ഇതിൽ തന്നെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് എത്ര മീറ്റർ ആണെന്ന്. എത്രയായിരിക്കും നോക്ക്. ഇതിൽ അടുത്ത വാല്യൂ ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്ത 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 98.1. സോ 10.33. So 10.33 is the right answer. 10.33 ആണ് right answer. It's a maximum possible suction head at the centrifugal pump. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. What is the advantage of the centrifugal pump compared to reciprocating pump? Priming required, pulsative flow, low speed, difficult to handle, viscous fluid. Okay. Disadvantage ആണ് ചോദിച്ചത്. Disadvantage of centrifugal pump compared to the reciprocating pump. Disadvantage. ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം വേണേ. ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളെ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് പ്രൈമിങ് ആവശ്യമില്ല, സെൽഫ് പ്രൈംഡ് ആണ്. അതേസമയം സെൻട്രിഫ്യൂഗൽ പമ്പാണെങ്കിൽ എന്താണ്? പ്രൈമിങ് ആവശ്യമുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഇത് റെസിപ്രോക്കേറ്റിംഗ് പമ്പായാലും ഇതാണെങ്കിലും നമുക്ക് വിസ്കസ് ഫ്ലൂയിഡ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ് കൊണ്ട് നമുക്ക് വിസ്കസ് ഫ്ലൂയിഡ്സ് എന്തായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. വിസ്കസ് ഫ്ലൂയിഡ്സ് ഹാൻഡിൽ ചെയ്യാൻ കോമൺലി യൂസ് ചെയ്യുന്നത് റോട്ടറി ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പായ വെയിൻ പമ്പോ ലോബ് പമ്പോ ഒക്കെയാണ് കേട്ടോ. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഹൈ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ യൂസ് ചെയ്യാനായിട്ട്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൈമിംഗ് റിക്വയർഡ് ആണ് കേട്ടോ. പ്രൈമിംഗ് റിക്വയർഡ്. പ്രൈമിംഗ് എന്തിനാ ചെയ്യുന്നത്? പ്രൈമിംഗ് എന്ന് വെച്ചാൽ എന്താണ് പ്രോസസ്, അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു. Okay, for attaining non-overloading characteristics in centrifugal pump, a backward bend vanes are preferred over forward bend vanes. Forward bend vanes are preferred over backward bend vanes. Forward bend vanes are preferred over vanes radial at outlet. Vanes radial at inlet are preferred over backward vanes. Okay, ഇതിൽ ഏതാണ് നമ്മൾ ആലോചിച്ചാൽ സെൻട്രിഫ്യൂഗൽ പമ്പിൽ കോമൺലി യൂസ് ചെയ്യുന്നത് ആരാണ്? അതിനെ പ്രിഫർ ചെയ്യുന്നു എന്ന് വരണം. ഫോർവേഡ് കർവ്ഡ് വെയിൻ ആണോ, റേഡിയൽ വെയിൻ ആണോ, ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസിനെയാണോ പ്രിഫർ ചെയ്യുന്നത്?
Option A, right answer. Backward curved veins are preferred over the forward curved veins ആണ് right answer. Okay, ഇതൊരു match the following question ആണ് നോക്കുക. Considering the following statement, the cavitation statement based ആയിട്ടുള്ള question ആണ്. Match the following അല്ല, statement based. Cavitation hydraulic machines occur at the exit of the pump, entry of the pump, exit of the turbine. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പമ്പിന്റെ എൻട്രിയിലാണോ എക്സിറ്റിലാണോ ക്യാവിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ്? പ്രഷർ എവിടാണ്? പമ്പിന്റെ എൻട്രിയിൽ. സോ സെക്കൻഡ് തിങ് ഈസ് റൈറ്റ് ആൻസർ. സോ ഇത് റോങ് ആൻസർ ആണ്. ഇനി ടർബൈന്റെയോ? എക്സിറ്റില്. സോ 2 and 3 is the right answer. 2 and 3 വരുമ്പോൾ ഓപ്ഷൻ D is the right answer. 2 and 3. ടർബൈന്റെ എക്സിറ്റിലും പമ്പിന്റെ എൻട്രിയിലും സക്ഷൻ പൈപ്പിലും നിന്ന് വരുന്ന ആ ഒരു റീജിയണിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് പ്രഷർ, വാക്വം പ്രഷറിലെ വേപ്പർ പ്രഷറിന്റെ താഴെ പോകാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡറിംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് NPSH requirements are not satisfied, NPSH requirement satisfy ചെയ്തില്ല, then number 1, it will not develop sufficient head to rise the water, its efficiency will be high, it will be deliver very low discharge, it will be cavitated. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഏതാണ് ഫസ്റ്റ് ഓപ്ഷൻ? ഇറ്റ് വിൽ നോട്ട് ഡെവലപ്പ് സഫിഷ്യന്റ് ഹെഡ് ടു റൈസ് ദി വാട്ടർ. NPSH എന്താണ്? നെറ്റ് സക്ഷൻ പോസിറ്റീവ് എന്ന് വെച്ചാൽ അതൊരു ഇൻഡസ്ട്രിയൽ വേർഡ് ആണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യുന്നത്. എത്ര ഹെഡ് വേണം സക്ഷൻ പൈപ്പിൽ കൂടെ വെള്ളത്തിന് പമ്പിലോട്ട് എത്തിക്കാൻ? ഇതാണ് NPSH എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. NPSH ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് മൈനസ് സക്ഷൻ ഹെഡ് മൈനസ് ഫ്രിക്ഷൻ വാല്യൂ മൈനസ് എന്ത് ചെയ്യുക, വേപ്പർ പ്രഷർ ഹെഡ്. ഓക്കെ, അങ്ങനെ കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതിലോട്ട് വരാം. ഇതില് ഏതൊക്കെയാണ് റൈറ്റ് ആൻഡ്? ഇറ്റ്സ് എഫിഷ്യൻസി വിൽ ബി ഹൈ. അത് കറക്റ്റ് ആയിരിക്കുമോ? ഇല്ല. ഇറ്റ് വിൽ ഡെലിവർ വെരി ലോ ഡിസ്ചാർജ്. NPSH സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ NPSH നമുക്ക് ഇത്ര NPSH വേണം കിണറ്റിൽ നിന്ന് വെള്ളത്തിന് സക്ക് ചെയ്ത് പമ്പിലോട്ട് എത്തിക്കാൻ. ഓക്കെ, ആ പമ്പിന് അത്ര NPSH ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിലോ വെള്ളം വരൂ? ഇല്ല. NPH റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വെള്ളം എന്ത് ചെയ്യത്തുള്ളൂ? ഡെലിവർ ചെയ്യത്തുള്ളൂ. വെള്ളം സക്ഷൻ പൈപ്പിൽ കൂടെ പമ്പിലെത്തത്തുള്ളൂ. ഈ NPSH റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പമ്പി സക്ഷൻ പൈപ്പിൽ കൂടെ വെള്ളം കയറി എവിടെ എത്തില്ല? കേസിംഗിൽ എത്തത്തില്ല. സോ പമ്പിങ് നടക്കത്തില്ല. ഇറ്റ് വിൽ ഡെലിവർ ലോ ഡിസ്ചാർജ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യും. നെഗറ്റീവ് പ്രഷർ NPSH സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അവിടെ ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യും. വെള്ളം അനങ്ങാതെ നിന്ന് അവിടെ ക്യാവിറ്റേഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് വിൽ നോട്ട് ഡെവലപ്പ് സഫിഷ്യന്റ് ഹെഡ് ടു റൈസ് ദി വാട്ടർ. സോ ഓപ്ഷൻ 1ഉം 4ഉം കറക്റ്റ് ഉത്തരങ്ങളാണ്. സോ 14 B ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാം. 1, 2, 3 and 4 ആർ കറക്റ്റ് എന്ന് പറയുന്നത് ശരിയല്ല. നോക്കണം, ഇങ്ങനെ വരുമ്പോൾ ഓൾ ഓഫ് ദി എബോ ആവാനുള്ള ചാൻസസ് ഉണ്ടാകാം. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാവുള്ളൂ. ഓൾ ഓഫ് ദി എബോനെ പറ്റി എഫിഷ്യൻസി ഹൈ ആയിരിക്കത്തില്ല. സോ ഓൾ ഓഫ് ദി എബോനെ പറ്റി ആലോചിക്കേ വേണ്ട. NPSH റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പമ്പ് എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്ചാർജ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അത് മനസ്സിലാക്കുക. ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ അനദർ ക്വസ്റ്റ്യൻ. അസേർഷൻ ആൻഡ് റീസൺ. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു പമ്പ് ലിഫ്റ്റ് വാട്ടർ ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ. പമ്പ് വെള്ളത്തിന് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. അതിന്റെ കാരണം പറഞ്ഞാക്കുന്നത് പമ്പ് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ എനർജി. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കുക, ബോത്ത് A and R
are individually true and R is the correct explanation of A. Both A and R are individually true, but R is not the correct explanation of A. A is true, but R is false. A is false, but R is true. ഇതിൽ ഏതാണ് കറക്റ്റ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പമ്പ് ലോവർ ലെവലിൽ നിന്ന് വെള്ളത്തിനെ ഹയർ ലെവലിലോട്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്, എങ്ങനെ ആവുന്നത്? അവിടെ റൊട്ടേഷൻ, മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? വെള്ളത്തിന്റെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കാരണമല്ലേ വെള്ളം ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് എത്തുന്നത്? ഇതിലെ ഫസ്റ്റ് പറഞ്ഞ അസേഷൻ നടക്കണമെങ്കിൽ അതിന്റെ കാരണം, റീസൺ ആണ് ഏതെന്ന് പറയുന്നത്. സോ ഇവിടെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ഏതായിരിക്കും ശരി എന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statement regarding the specific speed of a centrifugal pump. Specific speed is defined as the speed of a geometrically similar pump developing unit power under unit head. Unit power under unit head. ശരിയാണോ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ അത്? അല്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. At specific speed, the efficiency is greater with larger capacity. ലാർജർ കപ്പാസിറ്റി വരുന്നതിന് ലാർജർ അറ്റ് ദ സെയിം സ്പെസിഫിക് സ്പീഡ്, ഒരേ സ്പെസിഫിക് സ്പീഡുള്ള രണ്ട് പമ്പ് എടുക്കുവാണെങ്കിൽ എഫിഷ്യൻസി ഗ്രേറ്റർ വരുന്ന ലാർജർ കപ്പാസിറ്റി ഉള്ളതിനായിരിക്കും. അത് ഡയമീറ്റർ കൂടിയ ഇതിന് ഇത് കൂടും. ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത്. സ്പെസിഫിക് സ്പീഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്ലെറ്റ് ബ്ലേഡ് ആംഗിൾ. നമുക്കറിയാം സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷനിൽ എന്താണ്? n റൂട്ട് ക്യൂ ബൈ h റേസ് ടു 3/4. ഇതില് ബ്ലേഡ് ആംഗിൾ, ഔട്ട്ലെറ്റ് ബ്ലേഡ് ആംഗിൾ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് വെച്ചുകൊണ്ട് നമുക്ക് സ്പെസിഫിക് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്പെസിഫിക് സ്പീഡ് വേരി ഡയറക്ട്ലി ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിസ്ചാർജ്. സ്പെസിഫിക് സ്പീഡ് വേരി ചെയ്യും. ഇറ്റ്സ് എ സ്ക്വയർ റൂട്ട് എന്നുവെച്ചാൽ n പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ക്യൂ എന്നാണ്. അത് ശരിയാണ്, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ ഉത്തരം ഒന്നര എന്തായിരിക്കും? ഓപ്ഷൻ 1 ശരിയാണ്, 1 4 ശരിയാണ്. സോറി, 2 ശരിയാണ്, 4 ശരിയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. 2 ശരിയാണ്, 4 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. Each of the following purpose are served by the volute casing of a centrifugal pump. Volute casing ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. Increase the efficiency of the pump, conversion of part of pressure head to velocity head, give uniform flow of the fluid coming out from the impeller. Select the correct answers using the codes given below. ഓക്കെ, എന്നാൽ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കേ. ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ പമ്പ്. ഓക്കെ, വോലൂട്ട് കേസിങ് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, കൺവേർട്ട് എ പാർട്ട് ഓഫ് പ്രഷർ ഹെഡ് ടു വെലോസിറ്റി ഹെഡ്. അത് ശരിയാണോ? നേരെ തിരിച്ചല്ലേ നടക്കുന്ന. വെലോസിറ്റി ഹെഡ് അല്ലേ എന്തായിട്ട് മാറുന്ന? പ്രഷർ ഹെഡ് ആയിട്ട് മാറുന്ന. എന്ന് വെച്ചാൽ നമ്മൾ ഇമ്പല്ലർ കറക്കുന്നു, ഇമ്പല്ലറിന് കനറ്റിക് റൊട്ടേഷൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നു, അത് റൊട്ടേറ്റ് ചെയ്യുന്നു, അതിന് ചുറ്റുമുള്ള വെള്ളത്തിലോട്ട് അത് ആ ഒരു റൊട്ടേഷണൽ എനർജി കൊടുക്കുന്നു. അതിന് സെൻട്രിഫ്യൂഗൽ ആക്ഷന് മൂലം അതിന് കൈനറ്റിക് എനർജി കൂടുന്നു. ആ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡായിട്ട് മാറുന്നു. അതാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്ന? പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന. എവിടെ? കേസിംഗിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫ്യൂസറിൽ വന്ന് ഇടിക്കുമ്പോൾ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഇത് വോലൂട്ട് കേസിംഗിന്റെ പ്രത്യേകത, ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് എന്താണ്? വോളിയം കൂടിക്കൂടി വരുന്നു. സോ എന്താണ്? യൂണിഫോം ഫ്ലോ ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യൂണിഫോം ഫ്ലോ കിട്ടാൻ വേണ്ടി. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 1 ശരിയാണ്, 3 ശരിയാണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, കൺസിഡറിംഗ് ദ ഫോളോയിങ് ഡേറ്റ ഫോർ ദി പെർഫോമൻസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ
സ്പീഡ് 1200 RPM, ഫ്ലോ റേറ്റ് 30 liters per second, ഹെഡ് 20 meter, പവർ 5 watt. If the speed is increased to, ഇതിന്റെ സ്പീഡ് 1500 RPM ആയിട്ട് മാറുകയാണെങ്കിൽ, 1200 നിന്ന് 1500 മാറുകയാണെങ്കിൽ പവർ ഈക്വൽ ടു എന്തായിരിക്കുന്നു? സോ നമുക്കൊരു ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ഒരു റിലേഷൻ അറിഞ്ഞാൽ മാത്രം മതി. പവേഴ്സിന്റെ റിലേഷൻ P1 ബൈ പവർ പ്രൊപ്പോർഷണൽ ടു എൻസ് ക്യൂബ് ആണ്. സോ ഡിസ്ചാർജ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്. ഈ ഇക്വേഷനിൽ നമുക്കത് ചെയ്യാം. P2 ബൈ P1 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? N2 ബൈ N1 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഇന്ന് P2 ഇതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് കൊടുക്കുന്നു, ഇതിന്റെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് കൊടുക്കുന്നു. ഫസ്റ്റ് കണ്ടീഷൻ 1200 RPM ഉള്ള ഫസ്റ്റ് കണ്ടീഷൻ, 1500 RPM സെക്കൻഡ് കണ്ടീഷൻ. സോ P2 ഈക്വൽ ടു P1 ഇൻറ്റു P1 എത്രയാണ്? 5 kilowatt ഇൻറ്റു N2 ബൈ N1. N2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 ഡിവൈഡഡ് ബൈ 1200 ദ ഹോൾ ക്യൂബ്. ഓക്കെ, ഈക്വൽ ടു 5 ഇൻറ്റു എന്തോന്ന് വരും? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/3 the whole cube എന്ന് വരും. 5 into 5 cube എത്രയാണ്? 5 into 5 25, 25 into 5 125, 4 ആണ്. 5/4, 4 into cube, 4 into 4 16, 16 into 4 24. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 625 ഡിവൈഡഡ് ബൈ 64. അറൗണ്ട് നോക്കുവാണെങ്കിൽ ഇത് 10ന്റെ അടുത്തുള്ള ഒരു വാല്യൂ ആണ് അല്ലേ? 640 ആകുമ്പോൾ 10 ആവും വാല്യൂ. സോ 9 പോയിന്റ് സംതിങ് ആയിരിക്കും. 9.8 ഇവിടെ ആൻസർ ഉണ്ട്. സോ നമുക്ക് എന്തെല്ലോട്ട് വരാം? ഓപ്ഷൻ സി 9.8 ഈസ് ദ ആൻസർ. ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഫൈനലി ഇത് ഡിവൈഡ് ചെയ്യാതെ തന്നെ ഏകദേശം ആൻസറിലോട്ട് എത്തും. എന്നുവെച്ചാൽ ഈ 640/64 ആയിരുന്നെങ്കിൽ 10 ആയിരുന്നു ആൻസർ. 625 ഉള്ളു. സോ 9 പോയിന്റ് സംതിങ് ആയിരിക്കും. 9 പോയിന്റിന്റെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ചെയ്ത് നോക്കിയാൽ പറ്റത്തുള്ളൂ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൺസിഡർ ദി ഫോളോയിങ് പമ്പ്: സെൻട്രിഫ്യൂഗൽ പമ്പ് സിംഗിൾ സ്റ്റേജ്, സെൻട്രിഫ്യൂഗൽ പമ്പ് മൾട്ടി സ്റ്റേജ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ജെറ്റ് പമ്പ്. ദ പമ്പ് വിച്ച് can be used to lift water than a suction head of 12 meters from a well would include. Okay, 12 മീറ്റർ കൂടുതൽ ഹൈറ്റ് വരുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? 12 മീറ്റർ കൂടുതൽ. തിയറിറ്റിക്കലി ആണ് പറയുന്നത്. നോക്കേ, ഏതാണ് ഉത്തരം? 12 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10.3 ഉള്ളൂ. 10.3 ഉള്ളൂ. അതാണ് സക്ഷൻ നോർമലി ഉള്ള സെൻട്രിഫ്യൂഗൽ പമ്പിന്റെയൊക്കെ ഇതെന്ന് പറയുന്നത്. ഒരു മൾട്ടി സ്റ്റേജ് പമ്പാണ് അപ് ടു 12 മീറ്റർ, അപ് ടു 12 മീറ്റേഴ്സ് ചെയ്യാൻ പറ്റും. സെൻട്രിഫ്യൂഗൽ പമ്പ് വിത്ത് സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ 7 to 8 മീറ്റർ വരെ ഡെപ്ത് ചെയ്യാൻ പറ്റും. അത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആണെങ്കിലും മേ ബി അപ് ടു 7 to 8. ജെറ്റ് പമ്പ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 12, മേ ബി അപ് ടു 50 meters വരെ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ 4 is the right answer. 4 only, C ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 4 only. Okay. Next question, match the list. Outward vein angles തന്നിട്ടുണ്ട് 5 outward vein angle. The list to curve label 1, 2 and 3. ഇതാണ് 3. This is 3 given in the figure for the pumps. Okay, select the correct answer for the code given below in the list. So A എന്ന് പറയുന്നത് less than 90 ആകുമ്പോഴത്തേക്ക് less than 90 ആകുമ്പോൾ അത് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻ ആണ്. ബാക്ക്വേർഡ് കർവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹെഡ് വേഴ്സസ് ക്യൂ ആണ് ഗ്രാഫ്.
ഹെഡ് വൈ ആക്സിസിലെ ഹെഡ്, എക്സ് ആക്സിസിൽ ഡിസ്ചാർജും ആണ്. ബാക്ക്വേർഡ് കർവ്ഡ് വെയിന്റെ പ്രത്യേകത ഇത് കൂടുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ച് ഹെഡ് ഡിക്രീസ് ചെയ്യും. റേഡിയൽ ബ്ലേഡ് ആണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. ദാറ്റ് ഈസ് റേഡിയൽ ബ്ലേഡ്. ഇനി ഡിസ്ചാർജ് കൂടുന്നതനുസരിച്ച് ഹെഡ് കൂടുന്നതാണ് ആരെന്ന് പറയുന്നത് ഫോർവേഡ് കർവ്ഡ് വെയിൻസ് എന്ന് പറയും. ഇവിടെ നോക്കുക, എ മാച്ച് ആവുന്നത് 1 ആയിട്ട്, ബി മാച്ച് ആവുന്നത് 2 ആയിട്ട്, സി 3 മാച്ച് ആവുന്നത് സി ആയിട്ട്. ഓക്കെ, അന്നേരം ഉത്തരം ഏതാന്നേരം ഓപ്ഷൻ എ അല്ലേ? 1, 2, 3 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഓൾറെഡി ഒന്ന് നോക്കാം. ഇതാണ് ബ്ലേഡ് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മുടെ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസും റേഡിയൽ കർവ്ഡ് വെയിൻസും, റേഡിയൽ വെയിൻസിന്റെ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ, ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് ഇതിനൊക്കെ കർവ് ഓപ്പൺ ആയിട്ട് നിൽക്കുവാണ്, അതാണെങ്കിൽ അത് ബാക്ക്വേർഡ് കർവ്ഡ്, മുഖം തിരിഞ്ഞു നിൽക്കുവാണ്. ഇവിടെ കണ്ട, അതാണ് ബാക്ക്വേർഡ് കർവ്. തുറന്ന ഡയറക്ഷനിലോട്ട് മുഖം തുറന്നു വെച്ചേക്കുവാണ്, കണ്ട, അതിനെന്തോന്ന് പറയുന്നത് ഫോർവേഡ് കർവ്ഡ് ബ്ലേഡ്സ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെന്തെന്ന് പറയും റേഡിയൽ ബ്ലേഡ്സ് എന്ന് പറയും. ഇതിന്റെ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആണെങ്കിൽ ഇത് ഡിസ്ചാർജ് ഇത് ഡിക്രീസ് ചെയ്യുന്നു, കണ്ട. റേഡിയൽ ആകുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഫോർവേഡ് കർവ്ഡ് വെയിൻ ആകുമ്പോഴത്തേക്കാണ് കൂടി കൂടി വരുന്നത്. ഓക്കെ, സോ മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് പ്രിറ്റൻഡിങ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിനെ റിഗാർഡ് ചെയ്തിട്ടുള്ളതാണ്. Manometric head is the head developed by the pump. Suction pipe has generally a lower diameter as compared to the discharge pipe. Suction pipe is provided with a foot valve and a stainer. Okay, last option നോക്കുക, fourth. Delivery pipe is provided with a foot valve and a stainer. ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഡെലിവറി പൈപ്പിൽ ഫൂട്ട് വാൽവും സ്റ്റെയിനറും കാണുമോ? ഇല്ല. സോ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. മാനോമെട്രിക് ഹെഡ് ഇസ് ഹെഡ് ഡെവലപ്ഡ് ബൈ ദ പമ്പ്. ഓക്കെ, മാനോമെട്രിക് ഹെഡ് എന്ന് വെച്ചാൽ ഹെഡ് അഗേൻസ്റ്റ് വിച്ച് ദ പമ്പ് ഹാസ് ടു വർക്ക്. എത്ര ഹെഡുകൾക്കെതിരെയാണോ പമ്പ് വർക്ക് ചെയ്യേണ്ടത്, ആ പമ്പിന് വർക്ക് ചെയ്യേണ്ട എത്ര ഹെഡുകൾക്കെതിരെ വർക്ക് ചെയ്യണം, ആ ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയാം മാനോമെട്രിക് ഹെഡ്. സക്ഷൻ പൈപ്പ് ജനറലി ലാർജ് ഡയമീറ്റർ ആയിരിക്കും. സക്ഷൻ പൈപ്പ് ഇച്ചിരി വലിയ ഡയമീറ്റർ വയ്ക്കും. ഡെലിവറി വെച്ച് നോക്കുമ്പോൾ സക്ഷൻ പൈപ്പ് പ്രൊവൈഡഡ് വിത്ത് എ ഫുട്ട് വാൽവ്. സോ 2 3 ശരിയാണ്. സോ 2 3 ആണ് ശരി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരു പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. A pump running at 1000 RPM consumes 1 kilowatt and generate 10 meters of generate head of 10 meters of water. When it operating at 2000 RPM, its power consumption and head generated will be. പവറും കണ്ടുപിടിക്കണം, ഹെഡും കണ്ടുപിടിക്കണം. സോ പവർ നമുക്ക് നേരത്തെ പറഞ്ഞു വെച്ച് കണ്ടുപിടിക്കാം. P2 ഈക്വൽ ടു ഡയറക്ട്ലി എഴുതാം P1 ഇൻറ്റു N2 ബൈ N1 ദ ഹോൾ ക്യൂബ്. P1 നമുക്കറിയാം എത്രയാ, P1 1 കിലോവാട്ട് ഇൻറ്റു N2 2000 ഡിവൈഡഡ് ബൈ 1000 ദ ഹോൾ ക്യൂബ്. അതിൽ എന്ത് വരും? ഇത് കട്ട് ചെയ്ത് കളയാം. ഓപ്ഷൻ റൈറ്റ്. മറ്റേ ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. ഇതാണ് ഉത്തരം. 8 കിലോവാട്ട് ഉള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ക്യൂ മാത്രം ചോദിച്ചാലും അറിയണ്ടേ, ഹെഡ് മാത്രം ചോദിച്ചാൽ അന്നേരം അതിന്റെ റിലേഷനോടെ പറയാം. H പ്രപ്പോർഷണൽ ടു N സ്ക്വയർ ആണ് കേട്ടോ. അതിൽ നിന്ന് H2 ഈക്വൽ ടു H1 ഇൻറ്റു N2 ബൈ N1 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കും. H1 എന്ന് പറയുന്ന 10 മീറ്റർ ആണ് ഇൻറ്റു
N2 നമുക്ക് നേരത്തെ അറിയാം 2 സ്ക്വയർ വരും. 2 സ്ക്വയർ വരുമ്പോൾ എത്ര വരും? 4. 4 into 10 എത്രയാ? 40 മീറ്റർ. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. The correct sequence of centrifugal pump components through which the fluid flow is. Fluid flow ചെയ്യുന്ന കറക്റ്റ് സീക്വൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇമ്പലർ, സക്ഷൻ പൈപ്പ്, ഫുഡ് വാൽവ്, സ്റ്റെയിനർ, ഡെലിവറി വാൽവ്. ഓപ്ഷൻസ് എല്ലാവരും വായിച്ചു നോക്കേ. ഫുഡ് വാൽവ്, സ്റ്റെയിനർ, സക്ഷൻ പൈപ്പ് ശരിയാണ്. സക്ഷൻ പൈപ്പിന് ഇമ്പലറിൽ കയറുന്നു, അത് ശരിയാണ്. ഡെലിവറി പൈപ്പ്, ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി ഇമ്പലർ, സക്ഷൻ പൈപ്പ്, തെറ്റി. ഓപ്ഷൻ ഡി സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്, അത് വീണ്ടും തെറ്റി. ഓക്കെ, ഓപ്ഷൻ എ ഇമ്പലർ, സക്ഷൻ പൈപ്പ്, ഫുഡ് വാൽവ്. ഫുഡ് വാൽവ് എവിടെ ആയിരിക്കേണ്ടത്? ആദ്യമല്ലേ. ഇവിടെ ഉത്തരം ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. Centrifugal pump is driven directly by a 3-watt motor of 1450 RPM. It is proposed to connect to another motor of 2900 RPM. The power ആണ് കണ്ടുപിടിക്കുന്നത്. പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. P2 equal to P1. P1 is 3. N2 by N1 is 2900 divided by 1450 the whole cube. എത്ര ഒരു ആൻസർ? നിങ്ങൾ തന്നെ പറ. എത്ര ഒരു ആൻസർ? ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. ഓക്കെ, റിപ്പീറ്റ് ആകാണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലർ ടൈപ്പ് ആണ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 അസോസിയേറ്റ് ചെയ്ത് നോക്കുക. സെൻട്രിഫ്യൂഗൽ പമ്പ്, ഗിയർ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ടർബൈൻ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതായിരിക്കും? ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ് A5, ഗിയർ പമ്പ് rotary type positive displacement pump, so it is 4. Reciprocating pump, അതിൽ വരുന്ന കമ്പോണന്റ് ഏതാ? എയർ വെസൽ, that is 3. Sorry, 1. ടർബൈൻ പമ്പ്, ടർബൈൻ പമ്പിലാണ് ഗൈഡ് വെയിൻസ് വരുന്നത് കേട്ടോ. So 5, 4, 1, 3. 5, 4, 1, 3. Option D is the right answer. ഇത് again ഒരു match the following question ആണ്. ഇതിന്റെ എയും ബിയും സെഷൻസ് നോക്കി എല്ലാവരും. Combustible fluid to be pumped. High head but small discharge needed. Low head but large discharge needed. High head and high discharge needed. ഇതില് low combustible fluid to be pumped. Combustible fluid to be pumped ഏതാണ്? That is jet pump. 4 ആണ് ആൻസർ. A is 4. High head but small discharge needed. High head ആണ്, small discharge. That is ഏതാണ്? Positive displacement pump. Low head but large discharge, single stage centrifugal pump. 2. Sorry, 2 അല്ല 1. Then high head and high discharge in the multi-stage centrifugal pump. 2. 4, 3, 1, 2. 4, 3, 1, 2. Okay, option D is the right answer. Match the following ഇച്ചിരി തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്, സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഈ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഉത്തരം പ്രൈമിംഗ് ഈസ് റിക്വയർഡ് ഇൻ. എന്തിനാണ് പ്രൈമിംഗ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. പ്രൈമിംഗ് ചെയ്യുന്നത് എന്തിനാണ്? സക്ഷൻ പൈപ്പില് കേസിംഗിന്റെ ഒരു ഭാഗത്തുള്ള എയർ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിച്ചിരിക്കണേ. എ
Pump is installed at a height of 5 meters above the water level in the sump. The frictional loss on the suction side is 0.6. If the atmospheric pressure is 10.3 meter, vapor pressure is 0.4 meter absolute, what will be the NPSH? ഞാൻ പറഞ്ഞു NPSH ഒരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് പഠിക്കണം. NPSH, net suction positive head equal to H atmosphere minus H value, that is height above the suction pipe height from the water level, minus H frictional head minus H vapor pressure. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാം അറ്റ്മോസ്ഫിയർ പ്രഷർ 10.3 മൈനസ് ഹൈറ്റ് എത്രയാണ് 5 മീറ്റർ മൈനസ് സക്ഷൻ ഇറ്റ് ഇസ് 0.6 മൈനസ് 0.4 മീറ്റർ. എത്ര വരും നിങ്ങൾ തന്നെ പറ. 10.3 മൈനസ് 5 മൈനസ് 1, 10.3 മൈനസ് 6 എത്രയായിരിക്കും? ഒരേ ഉത്തരേ ഉള്ളൂ, 0.3 വരുന്നത്. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. അതെ. 29 question. On the assumption that the double suction impeller is equivalent to a two single suction impeller placed back to back. രണ്ട് ഇമ്പല്ലർ താണ്ട് ഇങ്ങനെ വയ്ക്കും. ഇതിലേക്കൂടെയും സെക്ഷൻ പൈപ്പിൽ കൂടെ വെള്ളം കയറുന്നു, ഇതിലേക്കൂടെ സെക്ഷൻ പൈപ്പിൽ കൂടെ വെള്ളം കയറുന്നു. ഇതാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. It is customarily to be based on the specific speed of double suction pipe. 1/2 of the total capacity. Specific speed കണ്ടുപിടിക്കുക, എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. 1/3 of the total capacity, full total capacity, double the total capacity. നമ്മൾ n/q/h⁻³ 3/4 ചെയ്യുമ്പോൾ ക്യൂ ഇടേണ്ടത് എപ്പോഴും ഒരു ഇമ്പലറിന്റെ ആയിരിക്കണം. പെർ ഇമ്പലർ ആണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഇമ്പലർ ഉണ്ട്, ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്ന വെച്ചിട്ട് നമ്മൾ സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് രണ്ടിന്റെയും കൂടെ എടുക്കില്ല, ഒന്നിന്റെ മാത്രമേ എടുക്കത്തുള്ളൂ. ആ കേസിൽ എന്ത് ചെയ്യും? ഡിസ്ചാർജ് എടുക്കുന്ന എന്തായിരിക്കും? 1/2 ഓഫ് ദ ടോട്ടൽ കപ്പാസിറ്റി അല്ലേ. ഇപ്പൊ ടോട്ടൽ ഡിസ്ചാർജ് 20 m³/s ആണെങ്കിൽ ഒരെണ്ണത്തിലേക്കുള്ളത് 10 ആയിരിക്കും. സോ 10 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻട്രൽ 1/2 ഓഫ് ദ ടോട്ടൽ കപ്പാസിറ്റി ആണ് എടുക്കുന്നത്. പെർ ഇമ്പലർ എത്ര ഡിസ്ചാർജ് വരുന്നുണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Water is required to lift by a 10 kW power from a depth of 100 meter. If the pump is unable to lift the water, then which one of the following is correct? ഒരു 100 kW ഉള്ള ഒരു പമ്പ് 100 മീറ്റർ ഹൈറ്റിലോട്ട് വെള്ളത്തിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. വെള്ളം പോയില്ല, വെള്ളം 100 മീറ്റർ ഹൈറ്റിലുള്ള ടാങ്കിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടില്ല. അങ്ങനെയാണ് ഇതിൽ ഏത് റീസൺ ആണ് നമുക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത്? ഹയർ കപ്പാസിറ്റി പമ്പ് ക്യാൻ ബി യൂസ്ഡ്, ലാർജർ ഡയമീറ്റർ ഡെലിവറി പൈപ്പ് ക്യാൻ ബി യൂസ്ഡ്, ലാർജർ ഡയമീറ്റർ സക്ഷൻ പൈപ്പ് ക്യാൻ ബി യൂസ്ഡ്, എ മൾട്ടി സ്റ്റേജ് പമ്പ് ക്യാൻ ബി യൂസ്ഡ്. ഇതിലേതാണ് ഉത്തരം? ഹെഡ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പമ്പാണ്? സീരീസ് പമ്പാണ്. ഓക്കെ, ഹെഡ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സീരീസ് ടൈപ്പ് എന്താണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണ്. സീരീസ് ടൈപ്പ് ഇതെന്ന് പറയുമ്പോൾ അത് എന്തിൽ വരുന്നത്? മൾട്ടി സ്റ്റേജ് പമ്പുകളിൽ പെടുന്നതാണ്. മൾട്ടി സ്റ്റേജ് പമ്പിൽ നമുക്ക് സീരീസ് കണക്ഷനും കൊടുക്കാം, പാരലൽ കണക്ഷൻസും കൊടുക്കാം. അതിൽ ഒരേ ഷാഫ്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമ്പലേഴ്സ് വെച്ചതിന് ശേഷം ഇമ്പലർ ടു ഇമ്പലർ ഇത് പ്രഷറൈസ് ചെയ്ത് മൾട്ടിപ്പിൾ ഹൈറ്റിലോട്ട്, ഹൈ റൈസ് ബിൽഡിങ്ങിലോട്ട് ഒക്കെ പമ്പ് ചെയ്യാനായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മൾട്ടി സ്റ്റേജ് പമ്പ് യൂസ് ചെയ്യാമായിരുന്നു.
ഇതിന് ഉത്തരം നിങ്ങളാണേ പറയാൻ പോകുന്നത്. ഹെഡ് വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. H2 = H1 into N2 by N1 the whole square. അത് ചെയ്താൽ മതി ആൻസർ. 30 into 200 by 1 the whole square. എത്ര വരും? ഓപ്ഷൻ സി. 30 into 4 എന്ന് വരും അല്ലേ? 30 into 4 is option C, 120. H2 = H1 into N2 by N1 the whole square. Next question. Two centrifugal pump A and B operating at their maximum efficiency. At A speed 1000 RPM, B speed 500 RPM. Against a head of A is, so HA നമുക്ക് 1 meter ആയിട്ട് HB എന്ന് പറയുന്നത് 4 HB അല്ല, HB QB ആണെന്നാണ് കേട്ടോ, QB. What is the ratio of specific speed? Specific speed ratio എന്താണ്? When same delivery head ആണ്, same delivery head ആണ്, same delivery against a same delivery head. H കോൺസ്റ്റന്റ് ആണെന്നാണ് എൻ്റെ അർത്ഥം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഇവിടെ H1 = H2 ആണ്. സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? NS = N√Q by H raised to എന്താണ് 3/4. ഇവിടെ H കോൺസ്റ്റന്റ്, ഈ വേർഡ് എടുക്കണം നമുക്ക്. NS A by സ്പെസിഫിക് സ്പീഡ് B എന്തായിട്ട് വരും? NA ഓപ്ഷൻ B. അത് തന്നെ റൈറ്റ് ആൻസർ. QA divided by NB into √QB എന്ത് വരും? 1000 into 1000 into റൂട്ട്. ഇവിടെ ഡിസ്ചാർജസ് ആണ്, QA ആണ്. 1 divided by 500 into √4. നമുക്കിത് മനസ്സിലാവും. എന്നിട്ട് √4 is 2, 100,000 by 1000 എന്ന് പറയും. ആൻസർ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a fluid passing through the inlet to the exit of the rotor in a centrifugal pump, the tangential momentum എന്താണ് സംഭവിക്കുക? ഒരു ഇമ്പലറിൽ കൂടെ ഇൻലെറ്റിൽ നിന്ന് എക്സിറ്റിലോട്ട് വാട്ടർ പോകുമ്പോൾ, ഇൻലെറ്റിലൂടെ വാട്ടർ പാസ് ചെയ്ത് ഔട്ട്ലെറ്റിലോട്ട് റോട്ടറിന്റെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് അതിന് എന്തൊക്കെ സംഭവിക്കും? ഇൻക്രീസ് ടാൻജൻഷ്യൽ മൊമെന്റ് ഇൻക്രീസസ് ആൻഡ് എനർജി ഇൻക്രീസസ്, ഡിക്രീസസ് ആൻഡ് എനർജി ഇൻക്രീസസ്, remain unchanged and energy decreases, increase the energy and increase in momentum and energy remain unchanged. എന്താണ് സംഭവിക്കുക? റോട്ടറി കയറുമ്പോഴത്തേക്ക് അതിന്റെ ടാൻജൻഷ്യൽ മൊമെന്റ് ഇൻക്രീസ് ആവും. ടാൻജൻഷ്യൽ മൊമെന്റ് ഇൻക്രീസ് ആകുമ്പോൾ അതിന്റെ എനർജി കൂടുകയോ കുറയോ? കുറയാൻ ചാൻസ് ഉണ്ടോ? അവിടെ കുറയാൻ ചാൻസ് ഉണ്ടോ? എനർജി കുറയാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ എ അല്ലേ റൈറ്റ് ആൻസർ. പമ്പ് കറങ്ങുമ്പോഴല്ലേ ഈ വെള്ളം കയറി ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലോട്ട് വന്നത്. സോ അതിന് റൊട്ടേഷൻ കിട്ടുമ്പോൾ അതിന്റെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. മാച്ച് ദി ഫോളോയിങ് ആണ്, നോക്കി ചെയ്യണം. ക്ലോസ്ഡ് ഇമ്പലർ പമ്പ്, സെമി ഓപ്പൺ ഇമ്പലർ, ഓപ്പൺ ഇമ്പലർ പമ്പ്. അന്നേരം ഇത് അറിയാവുന്ന ആൻസേഴ്സ് ഒന്ന് നോക്കിയേ. ക്ലോസ്ഡ് ഇമ്പലർ പമ്പ് ഏതിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ക്ലോസ്ഡ് ഇമ്പലർ പമ്പ്, ക്ലോസ്ഡ് ഇമ്പലർ പമ്പ് ആസിഡ്സിനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏസ് 2. സെമി ഓപ്പൺ ഇമ്പലർ പമ്പ് ഏതിനാണ് യൂസ് ചെയ്യുന്നത്? സീവേജ് വാട്ടറിനാണ് യൂസ് ചെയ്യുന്നത്. 3. ഓപ്പൺ ഇമ്പലർ പമ്പ് സാൻഡി വാട്ടർ. ദാറ്റ് ഈസ് 1. 2, 3, 1. 2, 3, 1 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അന്നേരം ഇതിൽ നിന്ന് മനസ്സിലാക്കുക
ക്ലോസ്ഡ് ആയിട്ടുള്ള ഇമ്പലർ പമ്പ്സിലാണ് നമ്മൾ എന്ത് പമ്പ് യൂസ് ചെയ്യുന്ന, ആസിഡ്സ് ഒക്കെ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫുള്ളി ഓപ്പൺ ടൈപ്പ് ഇമ്പലർ പമ്പിലാണ് നമ്മൾ സാൻഡി വാട്ടർ, മഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യും. സെമി ഓപ്പൺ ടൈപ്പിൽ കോമൺലി സീവേജ് വാട്ടേഴ്സ് യൂസ് ചെയ്യും. So 2, 3, 1 is the right answer. Why is a minimum NPSH required for a hydraulic pump? എന്തുകൊണ്ടാണ് മിനിമം NPSH റിക്വയർമെന്റ് വേണമെന്ന്? Why is a minimum NPSH required for a hydraulic pump? It prevents gravitation, it will increase the discharge, it will increase the suction by, it increase efficiency. ഏതാണ് റൈറ്റ് ആൻസർ? മിനിമം NPSH ഇത്രയെങ്കിലും വേണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? Cavitation. റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ടു പ്രിവെന്റ് cavitation മിനിമം NPSH അതിന് വേണം. ഓക്കെ, അപ്പോൾ ഗിവൺ സെൻട്രിഫ്യൂഗൽ പമ്പ്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പില് discharge is directly proportional to speed, head inversely proportional to speed, power varies squares as the speed, discharge varies as the square of the speed. ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. Q പ്രപ്പോർഷണൽ ടു എന്താണ്? N ആണ്. Q പ്രപ്പോർഷണൽ ടു N ആണ്. സോ ഡിസ്ചാർജ് ഡയറക്ട്ലി വേരീസ് ആസ് ദ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസ്ചാർജും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, 37th ക്വസ്റ്റ്യൻ. സെൻട്രിഫ്യൂഗൽ പമ്പ് വിച്ച് ഹാവ് വിച്ച് ഓഫ് ദി ഫോളോയിങ് അഡ്വാൻറ്റേജസ്? സെൻട്രിഫ്യൂഗൽ പമ്പിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? ലോ ഇനിഷ്യൽ കോസ്റ്റ്, കോമ്പാക്ട്, ഒക്കെ ലെസ് ഫ്ലോ സ്പേസിംഗ്, ഈസി ഹാൻഡ്ലിംഗ് ഓഫ് ഹൈ വിസ്കസ് ഫ്ലൂയിഡ്സ്. ആലോചിച്ച് നോക്കി, ഇതിൽ ഏതെങ്കിലും റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ലോ ഇനിഷ്യൽ കോസ്റ്റ് റൈറ്റ് ആണോ? റൈറ്റ് അല്ലേ? കോമ്പാക്ട്, ഓക്യുപൈ ലെസ് ഫ്ലോ സ്പേസ് ഇസ് റൈറ്റ്. ഈ ഹൈ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യാൻ നമ്മൾ ജെറ്റ് പമ്പ്സ് യൂസ് ചെയ്യും. ഹൈ ഹെഡിലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ വിസ്കസ് പമ്പ്സിൽ യൂസ് ചെയ്യുന്ന റോട്ടറി ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് വെച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ 1 and 2, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളൊന്ന് പറയണേ, ഇച്ചിരി ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് ഫുള്ളി പ്രൈം ചെയ്തു, but not starting. It failed to deliver fluid. The probable reason are listed below. Leakage foot valve or suction line, suction head is very low, insufficient motor speed, damage or closed delivery valve. ഇതിൽ ഏതൊക്കെയാകാം കാരണങ്ങൾ? ലീക്കേജ്, ഫുഡ് വാൽവ് ലീക്കേജ് കൊണ്ടാകാം, റൈറ്റ്. സക്ഷൻ ഹെഡ് ഇസ് വെരി ലോ സക്ഷൻ ഹെഡ് ആണെങ്കിൽ ഇത് നടക്കണ്ടേ അല്ലേ? റോങ് സ്റ്റേറ്റ്മെന്റ്. ഇൻസഫിഷ്യന്റ് മോട്ടോർ സ്പീഡ് ശരിയാണ്. ഡാമേജ് ഓർ ക്ലോസ്ഡ് ഡെലിവറി വാൽവ്, ഓക്കെ. സ്പീഡ് കറക്റ്റ് അല്ലെങ്കിൽ എന്താ? സ്പീഡ് റിക്വയർഡ് ആയിട്ടുള്ള സ്പീഡ് ഉണ്ടായാൽ മാത്രമേ NPSH ഓവർകം ചെയ്ത് വെള്ളം മേലോട്ട് വരത്തുള്ളൂ. അത്രയും സ്പീഡിലല്ലെങ്കിൽ അത് വരത്തില്ല. ഫുഡ് വാൽവ് ലീക്കേജ് ആണെങ്കിൽ എന്ത്, എയർ ബബിൾസ് അവിടെ വീണ്ടും ഫോം ചെയ്യും. ഓക്കെ, ഡാമേജ് ആയിട്ടുള്ള ഡെലിവറി വാൽവ് ആണെങ്കിൽ അത് വെള്ളം വരുമ്പോൾ പുഷായിട്ട് ഡെലിവറി വാൽവ് തുറക്കാതിരിക്കുകയും വെള്ളം നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ദ റേഷ്യോ പവർ ഔട്ട്ലെറ്റ് അറ്റ് ദ പമ്പ് ടു ദ പവർ ഇൻപുട്ട് ടു ദ പമ്പ്. മെക്കാനിക്കൽ എഫിഷ്യൻസി, സ്റ്റാറ്റിക് എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി, മാനോമെട്രിക് എഫിഷ്യൻസി. ഇതിൽ ഏതാണ് വരുന്നത്? റേഷ്യോ പവർ ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ്. പവർ ഔട്ട്ലെറ്റ്, പമ്പിൽ നിന്നുള്ള പവർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളം എത്ര പ്രഷറിലോട്ടത് അല്ലെ, അതിൽ കിട്ടുന്ന വാട്ടർ പവർ, വെള്ളത്തിന് കിട്ടിയ വാട്ടർ പവർ ആണ് അല്ലെ. പവർ ഇൻപുട്ട് എന്താണ്? ഷാഫ്റ്റ് പവർ. സോ വാട്ടർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്ത് എഫിഷ്യൻസിയാണ്? ഓവറോൾ എഫിഷ്യൻസിയാണ്. സോ ഇതിന്റെ പമ്പിന്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മോട്ടറിനെ കറക്കുന്നു. സോ എന്തുണ്ടാവുന്നു? ഷാഫ്റ്റ് പവർ. അത് ഇമ്പല്ലറിലോട്ട് എടുക്കുമ്പോൾ ഇമ്പല്ലറിന് കിട്ടുന്നതാണ് ഇമ്പല്ലർ പവർ. അത് എത്ര വെള്ളത്തിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്തതാണ് വാട്ടർ പവർ. അത്തരം
വാട്ടർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. ആണോ? അല്ല, ഓവറോൾ എഫിഷ്യൻസിയാണ്. ഓവറോൾ നോക്കുമ്പോൾ ഇത് ഓവറോൾ. ഇതെന്താ? എത്ര ഷാഫ്റ്റ് പവർ, ഇമ്പല്ലർ പവർ ആയിട്ട് മാറും. ഇതിൻ്റെ ഇടയ്ക്ക് മെക്കാനിക്കൽ ലോസസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും, വൈബ്രേഷൻ. സോ ഇതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി, ഇമ്പല്ലർ പവർ ബൈ ഷാഫ്റ്റ് പവർ. ഇവിടാണ് വെള്ളത്തിന് നഷ്ടപ്പെട്ടത്. സോ ഇതിനെ നമുക്കൊരു ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയാം. ഈ പമ്പിന്റെ കേസിൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓർ എന്തെന്നും പറയാം, മാനോമെട്രിക് എഫിഷ്യൻസി എന്നും പറയാം. രണ്ട് സെയിം തന്നെയാണ്. രണ്ട് ഡെഫിനിഷനുള്ള ഹൈഡ്രോളിക് എഫിഷ്യൻസി അല്ലെ മാനോമെട്രിക് എഫിഷ്യൻസി. ഇതിന്റെ ഇക്വേഷന്റെ ഏത് വഴി, ഇത് രണ്ട് വഴി ചെയ്താലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി വാട്ടർ പവർ ബൈ ഇമ്പല്ലർ പവർ ചെയ്താലും മാനോമെട്രിക് എഫിഷ്യൻസി ഹെഡ് അഗൈൻസ്റ്റ് വിച്ച് പമ്പ് ഹാസ് ടു വർക്ക് ഡിവൈഡഡ് ബൈ എത്ര പമ്പ് ഹെഡിനെതിരെയാണോ വർക്ക് ചെയ്യുന്നത് GHM ബൈ PW to U2. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉത്തരം എന്താ? ഓവറോൾ എഫിഷ്യൻസി ആണ് ഉത്തരം കേട്ടോ. പവർ ഔട്ട്ലെറ്റ്, വാട്ടറിൽ നിന്ന് കിട്ടുന്ന പമ്പിൽ നിന്ന് കിട്ടുന്ന ഔട്ട്ലെറ്റ് പവർ വെച്ചാൽ വാട്ടർ പവർ ആണ്. ഇൻലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റ് പവർ ആണ്. അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഓവറോൾ എഫിഷ്യൻസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതാ. മെക്കാനിക്കൽ എഫിഷ്യൻസി ഏതും തമ്മിലുള്ള വാട്ടർ പവർ ബൈ അല്ലല്ലോ, ഇമ്പല്ലർ പവർ ബൈ ഷാഫ്റ്റ് പവർ. ഓപ്ഷൻ ബി ആണ്. ആക്ച്വൽ വർക്ക് ഔട്ട്ലെറ്റ്, ആക്ച്വൽ energy available at the impeller to the energy supplied to the pump by the prime mover. Option D ആണ് കറക്റ്റ് ആൻസർ. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മൾ മോട്ടറിൽ നിന്ന് കൊടുത്ത എത്ര ഷാഫ്റ്റ് പവർ ഇമ്പലർ പവർ ആയിട്ട് മാറി. ഓക്കെ, അന്നേരം എനർജി അവൈലബിൾ അറ്റ് ദ ഇമ്പലർ, അതാണ് എന്തെന്ന് പറയുക ഇമ്പലർ പവർ, ടു ദ എനർജി സപ്ലൈഡ് ടു ദ പമ്പ് ബൈ ദ പ്രൈം മൂവർ, അതാണ് എന്ത്? ഷാഫ്റ്റ് പവർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇങ്ങനെ വരുമ്പോൾ ഈ എഫിഷ്യൻസീസ് ചോദിക്കുമ്പോൾ നമ്മൾ ആ എഫിഷ്യൻസി എന്താണ് അങ്ങോട്ട് എഴുതുക, ഇക്വേഷൻ എന്താ, എന്നിട്ട് അത് നോക്കിയിട്ട് ഇത് വായിച്ച് നോക്കി കൺഫേം ചെയ്യുക. ഇത് വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് ഏത് വേണമെങ്കിലും ഉത്തരം ചെയ്യാനായിട്ട് തോന്നും. 3 എണ്ണം വരുമ്പോൾ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്റ്റ് ചെയ്യരുത്. 4ാമത്തെ കൂടെ വായിച്ചതിന് ശേഷം മാത്രമേ 3ാമത്തെ ഓപ്ഷൻ ഒക്കെ ആണെങ്കിൽ കൊടുക്കാവുള്ളൂ. ഈ കേസിൽ 4ാമത്തെയാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ആൻ ഇമ്പല്ലർ ഓഫ് 50 diameter, 50 centimeter diameter, 50 centimeter at inlet and rotating at a speed 1200 rpm. What is the tangential velocity? Tangential velocity U കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ pi d n by 60 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടാൻജൻഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ച പൈ ഇൻറ്റു ഡയമീറ്റർ 50 സെന്റിമീറ്റർ, 50 ഇൻറ്റു 10⁻⁻² മീറ്ററിലാക്കാനായിട്ട്, ഇൻറ്റു സ്പീഡ് എത്ര 1200 ഡിവൈഡഡ് ബൈ 60. സോ ഈ 2 പോയി. ഓക്കെ, 12 ഇൻറ്റു 5 എത്ര 60 into 600 pi divided by 16. So option B is 10 pi meter per second. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചുമ്മാ നമ്മൾ കണ്ടോണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. ഒന്ന് ഒരു തവണയെങ്കിലും എഴുതി നോക്കിയാൽ ആ സമയത്ത് ഇതൊക്കെ ഓർമ്മ വരത്തുള്ളൂ, ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ. Which one of the following type of impeller is used to handle highly solid laden fluid like concrete and slurry? ഏതായിരിക്കും പറയാമോ? സ്ലറി ആയിട്ടുള്ള സാൻഡി, മഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫുള്ളി എൻക്ലോസ്ഡ് ഇംപെല്ലർ. ഓപ്ഷൻ ഏതാ? ഫുള്ളി ഓപ്പൺ ഇംപെല്ലർ. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. ഫുള്ളി ഓപ്പൺ ടൈപ്പ് ആണ്. The phenomenon of cavitation in centrifugal pump can be reduced by
ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാന്ന് തോന്നല്ലോ. എന്താ ഉത്തരം എന്താ പറയാമോ? ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. ഇൻക്രീസ് ദ സക്ഷൻ ഹെഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻക്രീസ് ദ സക്ഷൻ ഹെഡ്. In case of centrifugal pump, the kinetic energy per unit weight of water is found to be 8 Newton. And the work done per unit weight of water is 24 Newton meter. What is the percentage of work converted to kinetic energy? ഇത് പെർസെൻറ്റേജ് കൺവേർഷൻ നോക്കണമെങ്കിൽ 8/24 ചെയ്താൽ 8/24 ചെയ്താൽ 1/3 എന്ന് വരും. 1/3 എന്താ? എത്ര കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു? ടോട്ടലി കൈനറ്റിക് എനർജി കൺവേർട്ട് ആയത് 8. ടോട്ടലി ഉണ്ടായിരുന്നത് 24. 8/24 ചെയ്ത ആൻസർ 1/3 കിട്ടും. ദിസ് 33 പോയിന്റ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 45th ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറയണേ. കാവിറ്റേഷൻ ബിഗൻ ടു അപ്പിയർ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് വെൻ. എപ്പോഴാണ്? ഇത്ര ഒന്ന് പറയാമോ? ഓക്കെ, റൈറ്റ് ആൻസർ. ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് 45. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ്. ബി അല്ല, സോറി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സക്ഷൻ പ്രഷർ ഫോഴ്സ് ബിലോ ദ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിന്റെ താഴോട്ട് സക്ഷൻ പ്രഷർ എത്തുമ്പോഴാണ് കാവിറ്റേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. The pressure at the suction force below the vapor pressure. Vapor pressure of the liquid is less than the suction pipe pressure. Alla pressure in the suction pipe. Vapor pressure ന്റെ താഴോട്ട് സക്ഷൻ പൈപ്പിലുള്ള വാട്ടറിന്റെ പ്രഷർ മാറുമ്പോഴാണ് കാവിറ്റേഷൻ ഉണ്ടാവുന്നത്. The difference between inlet head and the head corresponding to the vapor pressure of a liquid in a centrifugal pump is called. അത് NPSHന്റെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. NPSHന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. NPSH നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എത്ര ഹെഡ് വേണം വെള്ളം അണ്ടർഗ്രൗണ്ടിലുള്ള ടാങ്കിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട് സക്ഷൻ വഴി കേസിങ്ങിലോട്ട് എത്താനായിട്ട്. ഓക്കെ, ഇവിടെ അതിന്റെ ഡെഫിനിഷൻ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് ഇൻലെറ്റ് ഹെഡ് മൈനസ് ഹെഡ് കറസ്പോണ്ടിങ് ടു വേപ്പർ പ്രഷർ. ഓക്കെ, എത്ര ഹെഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് എങ്ങനെ? നമ്മൾ NPSH ഈക്വൽ ടു H atmosphere മൈനസ് HF മൈനസ് H ഇത്രയാണ് നെറ്റ്. മൈനസ് എന്ത് ചെയ്യുക? H വേപ്പർ. സോ നെറ്റ് സക്ഷൻ ഹെഡ് പോസിറ്റീവ് ഹെഡ്, നെറ്റ് സക്ഷൻ പോസിറ്റീവ് ഹെഡ് ഇതാണ്. ഓപ്ഷൻ ഡി ആണ്. നമ്മളെ തെറ്റിക്കാനായിട്ട് നെറ്റ് സക്ഷൻ ഹെഡ് എന്ന് നെഗറ്റീവ് സക്ഷൻ ഹെഡ് എന്നാണ് കൊടുത്തത്. ഞാൻ നെറ്റ് എന്നാ വായിച്ചത്. സോ നമ്മള് ഇങ്ങനെയുള്ള തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. സോ ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ നെറ്റ് അല്ലാതെ നെഗറ്റീവ് ആണ്. ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് ആൻസർ. സെൻട്രിഫ്യൂഗൽ പമ്പ് ഓപ്പറേറ്റിംഗ് ഇൻ സീരീസ് വിൽ റിസൾട്ട്സ് ഇൻ. സീരീസിൽ വർക്ക് ചെയ്താൽ ഹൈ ഡിസ്ചാർജ് കിട്ടോ, ഹൈ ഹെഡ് കിട്ടോ, പവർ റെഡ്യൂസ് ചെയ്യോ, ലോവർ സ്പീഡ് ഓപ്പറേഷൻ ആണ്. ഹൈ ഹെഡ് ഈസ് റൈറ്റ് ആൻസർ. പാരലൽ ആണെങ്കിൽ ഹൈ ഡിസ്ചാർജ്. പ്രൈമിംഗ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ. പ്രൈമിംഗ് ഒട്ടും ആവശ്യമില്ലാത്തത് ഏത് പമ്പിനാണ്? പ്രൈമിംഗ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ. പ്രൈമിംഗ് ആവശ്യമില്ലാത്ത ഏതായത്? Right answer. Reciprocating block. Okay. The ratio of quantity of liquid discharged from the pump to that of the passing through the impeller. Impeller കൂടെ എത്ര വാട്ടർ ഡിസ്ചാർജ് ചെയ്തു ഡിവൈഡഡ് ബൈ എത്ര അകത്തോട്ട്. ഓപ്ഷൻ സി വോളിമെട്രിക്. സിമ്പിൾ ക്വസ്റ്റ്യൻ. Which type of motor is commonly used in submersible pumps? Submersible pumpsൽ commonly യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ്?
അറിയാമോ? ഒരു ഗസ് എങ്കിലും. നോ, ഇൻഡക്ഷൻ പമ്പ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ്. ഓർത്തിട്ട് ഇൻഡക്ഷൻ പമ്പ്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഇതിൽ ഏതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഫിറ്റിംഗ് ഡ്യൂ ടു cavitation occur at high pressure. Specific speed of a turbine will turbine with a high head is lower. Centrifugal pump is start with delivery valve fully closed and axially pump delivery valve fully open. ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഏതാണ് ഉത്തരം? പറയാമോ? എല്ലാ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നൺ ഓഫ് ദി എബോവ് ആണ്. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ടെങ്കിൽ അത് പറയാം. നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ കേട്ടോ. ഫിറ്റിംഗ് നടക്കുന്നത് ഹൈ പ്രഷറിലാണ്. എന്നുവെച്ചാൽ വേപ്പേഴ്സ് ഫോം ചെയ്ത് വലിയ ബബിളായിട്ട് ഹൈ പ്രഷർ റീജിയനിൽ ഇപ്പം ബേസ്റ്റ് ചെയ്യുമ്പോഴാണ് ഫിറ്റിംഗ് ഉണ്ടാവുന്നത്. സ്പെസിഫിക് സ്പീഡ് ടർബൈന് ഹയർ ഹെഡിന് ലോവർ ആയിരിക്കും. ഹൈ ഹെഡ് ഉള്ള ടർബൈന് ലോ സ്പെസിഫിക് സ്പീഡ് ആയിരിക്കും. ശരിയാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും ഡെലിവറി വാൽവ്. ആക്സിൽ ഫ്ലോ ഫുള്ളി ഓഫ്. സോ എല്ലാ ഉത്തരവും ശരിയാണ്. സോ നൺ ഓഫ് ദി എബോവ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നൺ ഓഫ് ദി എബോവ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ദ ഇൻലെറ്റ് ആംഗിൾസ് വിൽ ബി ഡിസൈൻഡ് ടു. ഇൻലെറ്റിലെ ആംഗിൾ നമ്മൾ ആദ്യം തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിക്കുമ്പോൾ നമ്മളൊരു ഇൻലെറ്റിലെ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ബാക്ക്വേർഡ് കർവ്ഡ് ബ്ലേഡ്സിലെ വെള്ളം റേഡിയലി ആണ് കയറുന്നത്. റിലേറ്റ് വെച്ചാൽ ഇൻലെറ്റിൽ പ്രത്യേകിച്ച് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇൻലെറ്റിൽ പ്രത്യേകിച്ച് ഗൈഡ് ബ്ലേഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളം കയറുന്നത് റേഡിയലി എന്നുള്ളതാണ് അസംപ്ഷൻ. സോ ഇവിടെ ഉത്തരം നോക്കിയ റിലേറ്റീവ് വെലോസിറ്റി വെക്റ്റർ ഇസ് റേഡിയൽ അറ്റ് ഡയറക്ഷൻ. വെലോസിറ്റി ഓഫ് ഫ്ലോ ഇസ് 0. അബ്സല്യൂട്ട് വെലോസിറ്റി വെക്റ്റർ ഈസ് റേഡിയൽ ഡയറക്ഷൻ. പെരിഫറൽ വെലോസിറ്റി 0. VF 0 എന്ന് പറയുന്നത്. ഇവിടെ അബ്സല്യൂട്ട് വെലോസിറ്റി V1 90 ഡിഗ്രിയിലാണ് കയറുന്നത്. റിലേറ്റീവ് വെലോസിറ്റി VR റേഡിയൽ ഡയറക്ഷനിലാണ്. പെരിഫറൽ വെലോസിറ്റി U0 ആണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ് നോക്കിയേ, വായിച്ചു നോക്കിയേ. ഏത് ഉത്തരവാണ് ശരിയായിട്ടുള്ള വരുന്നത്? സത്യത്തിൽ ഇവിടെ വേൾഡ് വെലോസിറ്റി ആണ് 0 ആയിട്ട് വരുന്നത്. VW1 0 ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. സോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതില്ല. ഓക്കെ, ഒപ്റ്റിമം ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന വേൾഡ് വെലോസിറ്റി 0 ആയിട്ടാണ് ഡിസൈൻ ചെയ്താക്കുന്നത്. സോ ഡിസ്ചാർജ് എൻഡേഴ്സ് റേഡിയലി. എൻറ്റർ ചെയ്യുന്നത് റേഡിയലി ആണ്. 90 ഡിഗ്രി ആയിട്ടാണ് കയറുന്നത്. ഓക്കെ, സോ അബ്സല്യൂട്ട് വെലോസിറ്റി ഇസ് റേഡിയൽ. അതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അബ്സല്യൂട്ട് വെലോസിറ്റി വെക്ടർ ഇസ് റേഡിയൽ അറ്റ് ദ റേഡിയൽ ഡയറക്ഷൻ. ഓക്കെ, വേൾഡ് വെലോസിറ്റി ആണ് 0. ഫ്ലോ വെലോസിറ്റിയും പെരിഫറൽ വെലോസിറ്റിയും 0 ആവത്തില്ല. വേൾഡ് വെലോസിറ്റി 0 ആവും. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പമ്പ് അറ്റാച്ച്ഡ് വിത്ത് ഇമ്പലർ ആൻഡ് പമ്പ്. പമ്പ് അറ്റാച്ച്ഡ് വിത്ത് ഇമ്പലർ ആൻഡ് പമ്പ് ആയിരിക്കത്തില്ല. ഇത് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മോട്ടർ ആയിരിക്കും. മോട്ടർ അറ്റാച്ച്ഡ് വിത്ത് ഇമ്പലർ ആൻഡ് പമ്പ്. മോട്ടർ ദ പമ്പ് അല്ല, ദ മോട്ടർ അറ്റാച്ച്ഡ് വിത്ത് ദ ഇമ്പലർ ആൻഡ് ദ പമ്പ്. ജെറ്റ് പമ്പ്, എയർലിഫ്റ്റ് പമ്പ്, റോട്ടറി പമ്പ്, മോണോ ബ്ലോക്ക് പമ്പ്. ഏതാ ഉത്തരം? ഒറ്റ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന വെച്ചാൽ ഇതെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്ന മോണോ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. What should be done to remove trapped air in the centrifugal pump? Trapped airനെ കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? Priming. Right answer.
റേഷ്യോ ഓഫ് ഡൈനാമിക് ഹെഡ് ടു ആക്ച്വൽ ഹെഡ് ഡെവലപ്ഡ് ഇൻ ദ പമ്പ് എന്ത് എഫിഷ്യൻസി ആണ്? റേഷ്യോ ഓഫ് ഡൈനാമിക് ഹെഡ് ടു ദ ആക്ച്വൽ ഹെഡ് ഡെവലപ്ഡ് ഇൻ ദ ടർബൈൻ പമ്പ്. ഡൈനാമിക് ഹെഡ് HM ബൈ ആക്ച്വൽ ഹെഡ് നമ്മൾ VWT U2 ബൈ G എന്ന് പറയും. അതാണ് മാനോമെട്രിക് എഫിഷ്യൻസി. മാനോമെട്രിക് എഫിഷ്യൻസി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദ വാൽവ് വിച്ച് ഈസ് ഇൻസ്റ്റോൾഡ് ഇൻ ദ സക്ഷൻ എൻഡ്. സക്ഷൻ എൻഡിൽ കൊടുക്കുന്ന വാൽവിന്റെ പേര് റൈറ്റ് നെയിം വേണേ പറയാൻ. നോൺ റിട്ടേൺ വാൽവ് ആണ് ഉത്തരം, പക്ഷേ ഇവിടെ അതിനെക്കാട്ടും നല്ലൊരു ഉത്തരമുണ്ട്, ഫുഡ് വാൽവ്. ഫുഡ് വാൽവ് ഒരു നോൺ റിട്ടേൺ വാൽവ് ആണ്, പക്ഷെ ഫുഡ് വാൽവ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഇവിടെ നോക്ക്. ഇഫ് D is the diameter of the impeller at the inlet, B is the width of the impeller, VF is the velocity of flow, then discharge in equation of a centrifugal pump. Q in equation എന്താണ്? ഡിസ്ചാർജ്. ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ്? സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ എന്താ? ഓപ്ഷൻ A is the right answer. Okay, the pi d B into VF ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പല്ലർ എടുക്കുന്നു, ഇവരുടെ സൈഡിൽ കൂടെ, പക്ഷെ ഈ ഒരു ഏരിയ കൂടാണ് വെള്ളം കയറി പോകുന്നത്. പക്ഷെ ഫ്ലോ ഏരിയ ഉണ്ട്, വെലോസിറ്റി VF. ഈ ഏരിയ, ഈ സർക്കംഫറൻസിലുള്ള ഇത് മൊത്തത്തിലുള്ളതാണ്ട് ഈ ഒരു ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൈ ഡി ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും, ഒരു റൗണ്ടിന്റെ ഏരിയ. പൈ ഡി ചെയ്യുമ്പോൾ അത് കിട്ടും. പൈ ഡി ഇൻറ്റു വിഡ്ത്ത് എന്താണ്? B ആണ്. പൈ ഡി B ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏരിയ ഓഫ് ഫ്ലോ കിട്ടും. ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ പൈ ഡി B ഇൻറ്റു VF ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ A ഇസ് ദ റൈറ്റ് ആൻസർ. Next question, centrifugal pump with a radial entry of liquid. Manometric efficiency equation നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞത്. ഏതാണ് ഇക്വേഷൻ? മാനോമെട്രിക് എഫിഷ്യൻസി ഇക്വേഷൻ ഏതാ? ഓപ്ഷൻ C റൈറ്റ് ആൻസർ. GHM by VW2 U2. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ടു പമ്പ് ഐഡന്റിക്കലി in all respect and each capable of delivering Q discharge against a head of H is connected in series. സീരീസിൽ കണക്ട് ചെയ്തു. സീരീസ് ആണ് കണക്ട് ചെയ്യുന്നെങ്കിൽ ഹെഡ് ആണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിസ്ചാർജ് ആണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? സീരീസ് ആണെങ്കിൽ ഹെഡ് ആണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഡബിൾ ആവുന്നത് ഏതാ? ഹെഡ്. ഡിസ്ചാർജ് ആണോ? ഹെഡ്. സീരീസ് ആണ് ഹെഡ്. അതെ, അന്നേരം ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ C, Q against a head of 2H head. Okay, right answer. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്ട? Two identical pumps which are connected in parallel. പാരലൽ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഓപ്ഷൻ B 2Q against a head of H. Why are submersible pumps often used for deep wells? Deep wells le endukondaanu submersible pumps use cheyyunnathu? They are not required priming. They can handle high suction lift. They are very lightweight. They consume less power. എന്തുകൊണ്ടാണ് സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ ഡീപ് വെൽസിൽ വരെ യൂസ് ചെയ്യുന്നത്? വൈ? ഡീപ്പിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിന് നല്ല ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ലിഫ്റ്റ് ഉള്ള പമ്പ്, ഹൈ ലിഫ്റ്റ് പമ്പുകളല്ലേ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ലോ ലിഫ്റ്റ് പമ്പുകൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി ക്യാൻ ഹാൻഡിൽ ഹൈ സക്ഷൻ ലിഫ്റ്റ്. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ മെയിൻ കമ്പോണന്റ് ദാറ്റ് പ്രിവെന്റ് ദ വാട്ടർ ഫ്രം entering the motor in a submersible pump? സബ്മേഴ്സിബിൾ പമ്പില്
വെള്ളം എൻട്രി ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്താണ്? ഇമ്പല, മെക്കാനിക്കൽ സീൽ, സ്റ്റാർട്ടർ, ബിയറിംഗ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ഓപ്ഷൻ മെക്കാനിക്കൽ സീൽ. മെക്കാനിക്കൽ സീൽ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഓക്കെ, അന്നേരം ഇത്രയും 62 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അന്നേരം നമ്മുടെ ക്വസ്റ്റ്യൻ സെക്ഷൻ ഇന്ന് സെൻട്രിഫ്യൂഗൽ പമ്പുകളിലോട്ട് മാക്സിമം കുറെ സോർട്ട് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിലാണ് കാര്യം. പഠിച്ച് ലെവലായി കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട്സ് ചെയ്യുക. ഓക്കെ, അതാണ് വേണ്ടുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അരുൺ, അക്ഷയ് ഓക്കെ ആണോ? സർ, ക്വസ്റ്റ്യൻ നമ്പർ 45 കൊടുക്കും. ഒരു ക്യാവിറ്റേഷന്റെ ക്വസ്റ്റ്യൻ. ക്യാവിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളൊരു ചോദ്യം. ക്യാവിറ്റേഷൻ ബിഗാൻ ടു അപ്പിയർ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്. ക്യാവിറ്റേഷൻ എപ്പോഴാണ് അപ്പിയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സക്ഷൻ പ്രഷറും മറ്റേ വേപ്പർ പ്രഷറും ഈക്വൽ ആവും, അങ്ങനെ ആവുമ്പോഴായിരിക്കും സ്റ്റാർട്ടിങ് വരും. അത് തന്നെ, ഈക്വൽ ആകുമ്പം കണ്ടീഷൻ ആയി. പിന്നെ താഴോട്ട് പോകുമ്പോഴല്ലേ ക്യാവിറ്റേഷൻ ബബിൾസ് ഫോർമേഷൻ തുടങ്ങുന്നത്. അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. പ്രഷർ ആൻഡ് സക്ഷൻ ഫോഴ്സ് ബിലോ, നമ്മൾ കണ്ടീഷൻ പറയുന്നത് ഈക്വൽ ആവുമ്പോൾ ക്യാവിറ്റേഷൻ തുടങ്ങാനുള്ള കണ്ടീഷൻ ആവും. ബിഗാൻസ് ടു അപ്പിയേഴ്സ്, എപ്പോഴൊക്കെ അപ്പിയർ ചെയ്യാം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ബിഗിൻസ് ടു അപ്പിയർ എപ്പോഴാണോ സക്ഷനിലെ പ്രഷർ വേപ്പർ പ്രഷറിന്റെ താഴോട്ട് പോകുന്നത്. ഈക്വൽ ആകുമ്പോൾ, ഈക്വൽ എന്നുള്ള ഒരു കണ്ടീഷൻ പ്രഷർ ഈക്വൽ ടു വേപ്പർ പ്രഷർ, അങ്ങനെ ആകുമ്പോൾ കണ്ടീഷൻ ആയതല്ലേ ഉള്ളൂ. വേപ്പർ ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ ആയതല്ലേ ഉള്ളൂ. പിന്നെ താഴോട്ട് പോയാലല്ലേ വേപ്പർ ഫോം ചെയ്യത്തുള്ളൂ, അല്ലേ? നമ്മൾ ഈ ക്യാവിറ്റേഷൻ പഠിക്കുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. എപ്പോഴാണോ വേപ്പർ പ്രഷർ എന്നുള്ള പ്രഷർ എത്തുമ്പോൾ ബബിൾസ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് വളരെ കുറച്ച് എന്താ വേപ്പർ ആ പ്രഷറിൽ എത്തുമ്പോഴത്തേക്കും വേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നതേ ഉള്ളൂ. അതിന്റെ താഴോട്ട് വന്നാലേ നന്നായിട്ട് എന്ത് വരത്തുള്ളൂ? ബബിൾ ഫോർമേഷൻ ഉണ്ടാവും, വേപ്പർ ഫോർമേഷൻസ് ഉണ്ടാവത്തുള്ളൂ. ആ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഇത് ADC പബ്ലിക് ഇത് പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ക്യാവിറ്റേഷൻ അവോയ്ഡ് ടുവേർഡ്സ് ഓൺസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യാം? ഹയർ റണ്ണർ സ്പീഡും ഹൈ ടെമ്പറേച്ചറും ലെസ് അവൈലബിൾ NPSH നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ലെസ് NPSH അവോയ്ഡ്, ക്യാവിറ്റേഷൻ അവോയ്ഡ് ചെയ്യാനാണ് ഹൈ റണ്ണർ സ്പീഡ്, ഹൈ ടെമ്പറേച്ചർ, ലെസ് അവൈലബിൾ NPSH. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റർ ഇൻ ഗ്രൈൻഡിങ് ഈസ് കോസ്ഡ് ബൈ. ചാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രോബ്ലം ആണ്. അത് ഗ്രൈൻഡിങ് വീൽസിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടേണിംഗ് ഓപ്പറേഷൻ, ഇംപ്രോപ്പർ വീൽ മാനിപ്പുലേഷൻ, വീൽ ഔട്ട് ഓഫ് റൗണ്ട്, നൺ ഓഫ് ദി എബോ. അല്ലെ, ചാറ്റർ ഇൻ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആണ്. ഗ്രൈൻഡിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് വീൽസിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് ചാറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഇതിന്റെ നമ്മൾ അതിന്റെ ഒരുപാട് പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ചാറ്റർ എന്ന് പറയുന്നതാണ് നമ്മളെ ഒരു ഇത്. അതിന്റെ ഒരു കോസ് വീൽ ഔട്ട് ഓഫ് ബാലൻസ് ആണ്, വീൽ ഔട്ട് ഓഫ് റൗണ്ട്, വീൽ ഗ്രേഡിയൻ ടു ഹൈ, വർക്ക് സെന്റേഴ്സ് നോട്ട് പ്രോപ്പർലി ലൂബ്രിക്കേറ്റഡ് ഡ്രസ്സിംഗ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? വീൽ ഔട്ട് ഓഫ് ബാലൻസ് ഒരു കോസ് ആണ്, വീൽ ഔട്ട് ഓഫ് റൗണ്ട് ഒരു കോസ് ആണ്, വീൽ ഗ്രേഡിംഗ് ടു ഹാർഡ് ഒരു കോസ് ആണ്, വർക്ക് സെന്റേഴ്സ് ഓർ വർക്ക് റെസ്റ്റ് നോട്ട് ഇംപ്രോപ്പർലി ലൂബ്രിക്കേറ്റഡ് ഡ്രസ്സിംഗ്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻ നോക്കാം. നമുക്ക് ഇതിലുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? എന്താണ്?
ടേണിംഗ് ഉണ്ട്, ഇംപ്രോപ്പർ വീൽ മാനിപ്പുലേഷൻ, വീൽ ഔട്ട് ഓഫ് റോഡ്, നൺ ഓഫ് ദി എബോ. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ഔട്ട് ഓഫ് റൗണ്ട് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതിൽ ഒരുപാട് കോസസ് ഉണ്ട്. അതിൽ ഒരു കോസ് എന്ന് പറയുന്നത് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വീൽ ഔട്ട് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് MCQന്റെ ആൻസർ. ക്ലിയർ ആയോ? ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് വാട്ടർ ആസ് എ കൂളന്റ്. അപ്പൊ നമുക്ക് കൂളന്റ് ഒരുപാട് ടൈപ്പ് ഓഫ് ഇതുണ്ട്. അതിൽ ഒരു കൂളന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഓപ്ഷൻ കൂളിംഗ് എഫക്റ്റ് ഈസ് ലോ. ബി എന്ന് പറയുന്നത് ഇറ്റ് റിയാക്ട് വിത്ത് ഫെറസ് മെറ്റൽസ്. സി എന്ന് വെച്ചാൽ നോട്ട് ഈസിലി അവൈലബിൾ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോ. അപ്പം നമുക്ക് ഈസിലി അവൈലബിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ശരിയല്ല, കാരണം നമുക്ക് വാട്ടർ ഒന്നും ഈസിലി അവൈലബിൾ ആണ്. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? കൂളിംഗ് എഫക്റ്റ് ഈസ് ലോ. നമുക്ക് കൂളിംഗ് എഫക്റ്റ് ലോ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ആൻസർ സി എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ ഫെറസ് മെറ്റൽസുമായിട്ട് ചെയ്തിട്ട് ഫെറസ് ഓക്സൈഡ് അതായത് ഫസ്റ്റ് ഉണ്ടാവും. കാരണം വാട്ടറിൽ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനും വേറൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജനും. ഓക്സിജനും ഫെറസ് മെറ്റൽസ് അയണും കൂടെ കമ്പൈൻ ചെയ്ത് അയൺ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ അയൺ ഓക്സൈഡ് എന്ന് പറയുന്നതാണ് റസ്റ്റിന്റെ വേറൊരു കെമിക്കൽ ഇത്. അപ്പൊ റസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു നമ്മൾക്ക് കൂളന്റിന്റെ എഫക്റ്റിനെ കുറയ്ക്കുക മാത്രമല്ല, നമുക്ക് എന്താണ് ആ മെറ്റൽസിൽ നമുക്ക് റസ്റ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ഫെറസ് മെറ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് വാട്ടർ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ സാധനങ്ങൾ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് റിയാക്ട്സ് വിത്ത് ഫെറസ് മെറ്റൽസ്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. The process used to remove materials from inner surface of the cylinder or tubular compounds. ഇന്നർ സർഫസിൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ആദ്യത്തെ ഓപ്ഷൻ ഗ്രൈൻഡിങ് ആണ്. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു വീലുണ്ട്, വീലിന് ഒരു ഗ്രൈൻഡിങ് വീലുണ്ട്, വീലിന് ചുറ്റും നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഗ്രൈൻഡിങ് വീലിലോട്ട് നമ്മളെ വർക്ക് പീസിനെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ അബ്രഷൻ വഴി മെറ്റീരിയൽ റിമൂവൽ ചെയ്യുന്നതിനാണ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് നോട്ട് എ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്, ഇറ്റ് ഈസ് എ മെറ്റൽ അഡീഷൻ പ്രോസസ് ആണ്. അപ്പൊ മെറ്റീരിയൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പൊ ബി എന്ന ഓപ്ഷൻ ഒരിക്കലും വരില്ല. അപ്പൊ ഇത് എന്തായാലും അല്ല. ഇനി അടുത്ത ലാപ്പിംഗ്. ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്പിംഗ് പ്രോസസ് എന്തിനാണ് ചെയ്യുന്നത്? ഹലോ ഹലോ ലാപ്പിംഗ് പ്രോസസ് എന്തിനാണ് ചെയ്യുന്നത്? ഒരു സർഫസിന്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും നമുക്ക് എന്താണ് മെഷീൻ ചെയ്യാനായി. അപ്പൊ ലാപ്പിംഗ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ലാപ്പിംഗ് സ്റ്റോണിന്റെ താഴെയായിട്ട് നമുക്ക് അബ്രസീവ് പാർട്ടിക്കിൾസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സർഫസ്, അതായത് മുകളിലത്തെ സർഫസും തിരിച്ചു വെച്ചാൽ താഴത്തെ സർഫസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷീൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള സർഫസ് അല്ല ചെയ്യുന്നത്, നമുക്ക് ഔട്ട്സൈഡ് സർഫസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഹോണിംഗ് ആണ് നമുക്ക് എന്താണ് ഇന്റേണൽ സർഫസിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആണെങ്കിൽ അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ സ്ലൈഡ് കാണിക്കാം. അപ്പൊ ഇതാണ് ലാപ്പിംഗ് എന്ന്. ലാപ്പിംഗ് എന്ന് കണ്ട പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിന്റെ താഴെ വർക്ക് പീസ് വെച്ചിട്ടുണ്ട്, അതിന്റെ താഴെ നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസ് വെച്ചിട്ടുണ്ട്. അപ്പൊ വർക്ക് പീസ് ഇതുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഇതാണ് ഒരു വർക്ക് പീസ് എങ്കിൽ ഈ വർക്ക് പീസിന്റെ മുകളിലത്തെ സർഫസും തിരിച്ചു വെച്ചാൽ താഴത്തെ സർഫസും മാത്രമേ നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഹോണിംഗ് ഓപ്പറേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോണിംഗ് ഓപ്പറേഷൻ കണ്ട നമുക്ക് ആ മെറ്റീരിയൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഓബ്ജക്ട്സിന്റെ അകത്ത് നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് ഇലക്ട്രോ കെമിക്കൽ ഹോണിംഗ് ആയാലും നോർമൽ ഹോണിംഗ് ആണ്. ഇതാണ് നമ്മളെ ഹോണിങ്ങിന്റെ ടൂൾ. അപ്പൊ ഇതാണ് എന്ത് നമ്മളെ സ്റ്റോൺ വെച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റോൺ ഈ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസ് ആയിട്ടുള്ള വർക്ക് പീസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷന് അപ്പം ആ ഒരു ഇതിൽ ഓപ്ഷൻ എന്താണ്? ഹോണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആൻസർ അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റേണൽ സർഫസ് ഓഫ് സിലിണ്ടറിക്കൽ ഓഫ് ട്യൂബുലാർ കമ്പോണൻസിന്റെ എന്താണ്? ടു റിഫൈൻ ആൻഡ് എൻഹാൻസ് ദി ഇന്റേണൽ സർഫസ്. അപ്പൊ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്? മെറ്റീരിയൽ റിമൂവൽ ചെയ്തിട്ട് അതിന്റെ സർഫസിനെ പോളിഷ് ചെയ്യുക, അങ്ങനെ സ്മൂത്ത് ആക്കിയിട്ടാണ് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ ഇന്റേണൽ സർഫസ് ഓഫ് സിലിണ്ടറിക്കൽ ട്യൂബുലാർ കമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഹോണിംഗ് ഓപ്പറേഷൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇലക്ട്രോ കെമിക്കൽ ഹോണിംഗ് എന്ന് പറയുന്നത് ഹോണിങ്ങിന്റെ വേറെ ഒരു ഒരു ടൈപ്പാണ്. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനും മെക്കാനിക്കൽ അബ്രഷനും കോമ്പിനേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ജനറൽ പ്രോസസ് എന്ന് ഇലക്ട്രോ കെമിക്കൽ ഹോണിംഗ് ആണ് ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ല ഹോണിംഗ് മാത്രമാണ് ഓപ്ഷൻ എങ്കിൽ ഹോണിംഗ് എന്ന് സെലക്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഇലക്ട്രോ കെമിക്കൽ ഹോണിംഗ് ആണ്
ഓപ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതും ആൻസർ കറക്റ്റ് ആണ്. അത് മനസ്സിലായോ? ഹലോ, ഓക്കെ സർ. നമ്മളെ ഓപ്ഷനിൽ ഇലക്ട്രോ കെമിക്കൽ ഹോണിങ്ങിലെ വേറെ ഹോണിങ് ആണ്. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. ഇനി ഹോട്ട് ഡിപ്പ് ഗാൽവനൈസിംഗ് ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ ഈസ് കോട്ടഡ് ബൈ ഇമേഴ്സിംഗ് ഇറ്റ് ഇൻ എ ബാത്ത് ഓഫ് ഡാഷ്. അപ്പം ഹോട്ട് ഡിപ്പ് ഗാൽവനൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അത് എന്ത് കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്? സിങ്കിന്റെ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ഇതിൽ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ക്രോമിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, മോൾട്ടൺ സിങ്ക് ഉണ്ട്, അലുമിനിയം ഉണ്ട്. നമ്മുടെ കറക്റ്റ് ആൻസർ മോൾട്ടൺ സിങ്ക് ആണ്. മോൾട്ടൺ സിങ്ക് ബാത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന സ്റ്റീലിനെ കോട്ട് ചെയ്ത് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കൊടുക്കുന്നത്. അത് നമുക്ക് ആ ഒരു ഫിഗർ ഒക്കെ കാണിച്ച് ഞാൻ പഠിപ്പിച്ചതാണ്. ആ ഫിഗറിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. സിങ്ക് ബാത്തിലാണ് നമ്മൾ ഇവിടുത്തെ ഈ പടത്തിൽ കാണാം. സിങ്ക് ബാത്തിലാണ് നമ്മൾ മുക്കുന്നത്. മുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോട്ടിംഗ് കൊടുക്കും. ആ കോട്ടിംഗ് കൊടുത്തതിന് ശേഷം അതിനെ കൂൾ ചെയ്ത് കഴിയുമ്പോൾ ആ കോട്ടിംഗ് എന്താണ്? നമ്മൾ ഒറിജിനൽ വർക്ക് പീസിലോട്ട് സ്റ്റീലിലോട്ട് നമുക്കൊരു കോട്ടിംഗ്, നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ ഒരു കോട്ടിംഗ് കിട്ടുന്ന പോലെ ഒരു കോട്ടിംഗ് നമുക്ക് കിട്ടും. അപ്പൊ സിങ്ക് ബാത്തിലാണ് നമുക്ക് ഇതിനെ മുക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്ന മോൾട്ടൺ സിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. അപ്പൊ അതാണ് ആൻസർ. അപ്പൊ എന്താണ് മോൾട്ടൺ സിങ്ക്? പിന്നെ ബാത്ത് ഓഫ് മോൾട്ടൺ സിങ്ക് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ അബ്രസീവ് ഇൻ ലാപ്പിംഗ് ഓപ്പറേഷൻ. അപ്പൊ ലാപ്പിംഗ് ഓപ്പറേഷന്റെ കാര്യം ഞാൻ നേരത്തെ പടം കാണിച്ചു തന്നു. അതിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് അബ്രസീവ് പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. പല സൈസിലും പല മെറ്റീരിയലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ക്രോമിയം ഓക്സൈഡ് ഓപ്ഷൻ ആയിട്ടുണ്ട്, അലുമിനിയം ഓക്സൈഡ് ഓപ്ഷൻ ആയിട്ടുണ്ട്, ബോറോൺ കാർബൺ ഓപ്ഷൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ നമുക്ക് ലാപ്പിംഗ് ഓപ്പറേഷൻ എന്ന് എടുക്കാം. അപ്പൊ ലാപ്പിംഗ് ഓപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന അബ്രസീവ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? അബ്രസീവ് യൂസ് Al2O3 കഴിഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ്, Cr2O3 എന്ന് പറഞ്ഞാൽ ക്രോമിയം ഓക്സൈഡ്, ബോറോൺ കാർബൈഡ്, ഡയമണ്ട്. അപ്പൊ 4 ഓപ്ഷൻ ആണ് ഉള്ളത്. നമുക്ക് അലുമിനിയം ഓക്സൈഡ് ഉണ്ട്, ക്രോമിയം ഓക്സൈഡ് ഉണ്ട്, ബോറോൺ കാർബൈഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഏതൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ടോ നോക്കാം. ഏതൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്? ക്രോമിയം ഓക്സൈഡ് തന്നിട്ടുണ്ട്, അലുമിനിയം ഓക്സൈഡ് ഉണ്ട്, ബോറോൺ കാർബൈഡ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നും നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? അപ്പൊ ശരിക്കുള്ള ഓപ്ഷൻ ഏതാണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് ഓപ്ഷൻ. കാരണം ഇത് മൂന്നും നമ്മൾ ഇതിന്റെ കൂടാതെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഏതാണ്? ഡയമണ്ടും കൂടെ ഉണ്ട്. അപ്പം ഡയമണ്ട് ഉണ്ട്, ക്രോമിയം ഓക്സൈഡ് ഉണ്ട്, ബോറോൺ കാർബൈഡ് ഉണ്ട്, അലുമിനിയം ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ഇതില് ഈ ABC 3 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോവ്. ക്ലിയർ ആയോ? ഹലോ, ഓക്കെ ആണ് സർ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. ഇനി അടുത്ത, ഇൻ കേസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ ഹോണിംഗ് മെറ്റീരിയൽ റിമൂവൽ ടേക്സ് പ്ലേസ് മോസ്റ്റ്ലി ബൈ. ഇലക്ട്രോ കെമിക്കൽ ഹോണിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ ഹോണിങ്ങും അതിന്റെ കൂടെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനും കൂടെ നടക്കും. അപ്പൊ രണ്ട് പ്രോസസ്സ് വഴിയാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. മെക്കാനിക്കൽ അബ്രഷൻ വഴിയും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴിയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മെക്കാനിക്കൽ അബ്രഷൻ ആൻസർ ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷൻ വേണമെങ്കിൽ വരാം. പിന്നെ വേപ്പറൈസേഷൻ, അതായത് തെർമൽ എനർജി അല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. ബോത്ത് A and D എന്ന് വെച്ചാൽ എന്താണ്? എയും ഡിയും ഉണ്ട് അല്ലെ. ഇവര് പറയുന്നത് മോസ്റ്റ്ലി ബൈ എന്നാണ് കൗണ്ട് ചെയ്യുന്നത്. ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഒരു 80-85% മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അപ്പൊ എയും ബി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മോസ്റ്റ്ലി എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഡി ആണ്. അത് മനസ്സിലായോ? അതാ വെറും മെറ്റീരിയൽ റിമൂവൽ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എയും ഡിയും ആണ് ആൻസർ. അപ്പൊ നമ്മൾ ഓപ്ഷൻ സി വരും. പക്ഷെ മോസ്റ്റ്ലി ബൈ എന്ന് വെച്ചാൽ മെജോറിറ്റി ഏത് രീതിയിലാണ് റിമൂവൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഇതിലൊരു 10% മാത്രമേ, ഒരു 10 അല്ലെങ്കിൽ 15% മാത്രമേ മെക്കാനിക്കൽ അബ്രഷൻ വഴി നടക്കുന്നുള്ളൂ. ബാക്കി 85-90% ഏത് വഴിയാണ് നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ മനസ്സിലായോ? മനസ്സിലായി സർ. നിങ്ങൾക്ക് കാരണം ഇത് എയും ഡിയും കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ മോസ്റ്റ്ലി ബൈ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആൻസർ ഏതാണ്? ഡി ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്കിത് ഒരു കൺഫ്യൂസിങ് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് സി മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് മെക്കാനിക്കൽ അബ്രഷന്റെ കോമ്പിനേഷനും കെമിക്കൽ റിയാക്ഷന്റെ രണ്ടിന്റെ കോമ്പിനേഷനിലാണ് ഇലക്ട്രോ കെമിക്കൽ ഹോണിങ്ങിൽ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ സി മാർക്ക് ചെയ്യും. പക്ഷെ മോസ്റ്റ്ലി ബൈ എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാണ്? കെമിക്കൽ റിയാക്ഷൻ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ ചോദിച്ചിരിക്കുന്നത്.
ഇങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ സി എന്ന് തോന്നും, പക്ഷെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. In super finishing operation, the abrasive bonded stick reciprocate at a high frequency of about എത്ര ഹെർട്സ് ആണ്? സൂപ്പർ ഫിനിഷിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ആണ്. അതിൽ അബ്രസീവ് പാർട്ടിക്കിൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്ന ലാപ്പിംഗ് മെത്തേഡ് പോലെ. അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 2 to 3 ഹെർട്സ്, ഓപ്ഷൻ ബി 10 to 20 ഹെർട്സ്, 0.5 to 1 കിലോ ഹെർട്സ്, 10 to 15 കിലോ ഹെർട്സ്. അപ്പൊ നമുക്ക് നോക്കാം സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷനിൽ എത്ര സ്പീഡിലാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്. എത്രയാണ്? 2 to 3 കിലോ ഹെർട്സ്. മനസ്സിലായോ? എത്രയാണ് ആൻസർ? 2 to 3 കിലോ ഹെർട്സ് ആൻഡ് ഷോർട്ട് സ്ട്രേക്സ് ഓഫ് 4 to 5 mm. 4 to 5 mm സ്ട്രോക്കിൽ 2 to 3 കിലോ ഹെർട്സിലാണ് ഫ്രീക്വൻസിയിലാണ് കൊടുക്കുന്നത്. ആൻസർ ഏതാണ്? ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആയോ? In the case of anodizing, the electrolyte generally used is anodizing എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഇലക്ട്രോലൈറ്റ് ജനറലി യൂസ്ഡ് ആയിട്ടുള്ള ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണോ, HCl ആണോ, H2SO4 ആണോ, അലുമിനിയം ഓക്സൈഡ് ആണോ? ആനോഡൈസിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് പോലെയാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് തന്നെയാണ് അത് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് NaCl ആണോ, HCl ആണോ, H2SO4 ആണോ, എന്താണ് ഈ അലുമിനിയം ഓക്സൈഡ് ആണോ? അപ്പൊ നമുക്ക് നോക്കാം ആനോഡൈസ്. ഇതാണ് ആനോഡൈസ്. മനസ്സിലായി? ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ലൈറ്റ് അലുമിനിയം എന്താണ്? ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? സൾഫ്യൂറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2SO4. H2SO4. അപ്പൊ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂറിക് ആസിഡ് ആണ്. അപ്പൊ നമുക്ക് സൾഫ്യൂറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടില്ല, അതിനൊരു അതിന്റെ കെമിക്കൽ ഫോർമുലയാണ് നമുക്ക് യൂസ് ചെയ്തത്. മനസ്സിലായി? അപ്പൊ HCl ഉണ്ട്, H2SO4 ഉണ്ട്, അങ്ങനെ ഉണ്ട് അല്ലെ? അപ്പൊ H2SO4 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതെന്താ? അപ്പൊ കറക്റ്റ് ആയിട്ട് പേര് പറയാതെ അതിന്റെ കെമിക്കൽ ഫോർമുല ഉണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ? സൾഫ്യൂറിക് ആസിഡിന്റെ H2SO4 ആണ്. അപ്പൊ നമുക്ക് ആ പേര് പറയാതെ അവർ കെമിക്കൽ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കെമിക്കൽ ഫോർമുല അറിഞ്ഞാലേ നമുക്ക് എന്താണ് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആയോ? അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആണ് സർ. ഓക്കെ. ഇനി കേസ് ഓഫ് ആനോഡൈസിങ് മിൽക്കി വൈറ്റ് എഫക്ട് ഈസ് കോസ് ഡ്യൂ ടു. അപ്പൊ ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട്. നമുക്ക് ബ്ലാക്ക് സ്പോട്ട് വരുന്നുണ്ട്, ബ്ലാക്ക് ഹോൾസ് വരുന്നുണ്ട്, അത് മിൽക്കി വൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ഏത് കാരണം കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്ന്, പൂർ കോൺടാക്ട് ബിറ്റ്വീൻ അലുമിനിയം പാർട്സ് ആൻഡ് കണ്ടക്ടർ റോഡ്, ഇൻസഫിഷ്യന്റ് കോൺടാക്ട് ഏരിയ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദി സൾഫ്യൂറിക് ആസിഡ്, ഇമ്പ്യൂരിറ്റീസ് മിക്സ്ഡ് ഇൻ ദി ആനഡൈസിങ് ഫിലിം. അപ്പൊ അലുമിനിയം പാർട്സും കോൺടാക്ട് റോഡുമായിട്ടുള്ള പൂർ കോൺടാക്ട് ആണോ, അല്ലെങ്കിൽ കോൺടാക്ടിങ് ഏരിയ കുറവായതുകൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ H2SO4 കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആയതുകൊണ്ടാണോ? അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കാം. അപ്പൊ മിൽക്കി എഫക്റ്റ് ആണ്. നമുക്ക് ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട്, അതിലൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നതാണ് മിൽക്കി വൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളെ 14th ഡിഫക്റ്റ് ആണ് പറയുന്നത്. ഇതാണ് മിൽക്കി വൈറ്റ് ഡിഫക്റ്റ്. അതിലെന്താണ്? കോസസ് ഹൈ ടെമ്പറേച്ചർ ഇലക്ട്രോലൈറ്റിക് കറന്റ്, ഷോർട്ട് ഓർ പൂർ എക്സ്ക്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതിലേതാണ്? ഹൈ ടെമ്പറേച്ചർ ഇലക്ട്രോലൈറ്റ് ട്രീറ്റ്മെന്റ്, ഷോർട്ട് വാട്ടർ വാഷിംഗ്, പൂർ എക്സ്ട്രൂഷൻ കണ്ടീഷൻ, ഫ്ലക്ച്വേഷൻ. നമ്മൾ ഓപ്ഷൻ ഏതാണ്? എന്താണ് ഇതിന്റെ ഓപ്ഷൻ? ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ഇൻ ദി ആനഡൈസിങ് ഫിലിം. അപ്പൊ ആ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ലൈന് പറഞ്ഞിട്ടുണ്ട് ഇമ്പ്യൂരിറ്റീസ് മിക്സ് ഇൻ ദി ഓക്സിഡൈസിങ് ഫിലിം എന്താണ് കോസിംഗ് ദ ഫിലിം ടു ഡിഫർ ആൻഡ് അപ്പിയേഴ്സ് എ മിൽക്കി വൈറ്റ്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ മിൽക്കി സ്പോട്ടായിട്ട് ഇവിടെ കാണാം. അതെന്തുകൊണ്ടാണ്? ഇമ്പ്യൂരിറ്റീസിന്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് അത് മിൽക്കി വൈറ്റ് സ്പോട്ടായിട്ട് കാണുന്നത്. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് ആണ് മിൽക്കി സ്പോട്ട് ആണ്, ഇമ്പ്യൂരിറ്റീസ് ആണ് കാണുന്നത്. അപ്പൊ അതിന്റെ കോസ് ഏതാണ്? ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആണ്. അപ്പൊ ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ആ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? ഇപ്പൊ ഇൻസഫിഷ്യന്റ് കോൺടാക്ട് ഏരിയ അല്ല, സൾഫ്യൂറിക് ആസിഡ് അല്ല, അതൊക്കെ വേറെ അതിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ ഈ പർട്ടിക്കുലർ ഡിഫക്റ്റിന്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇമ്പ്യൂരിറ്റീസ് ആണ് വൈറ്റ് സ്പോട്ട് ആയിട്ട് കാണുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹലോ, ഓക്കെ സർ.
ഇനി ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഇൻ കേസ് ഓഫ് അനലൈസിങ് അത് റിപ്പീറ്റഡ് ആയിപ്പോ അടുത്ത ഫ്യൂൽ ഗ്യാസ് യൂസ് ഇൻ കൺവെൻഷണൽ ഫ്ലെയിം സ്പ്രേ മീൻസ്, അതായത് കൺവെൻഷണൽ ഫ്ലെയിം സ്പ്രേയിൽ നമുക്ക് ഫ്യൂൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഗ്യാസ് ഓക്സിജൻ ആണ്. അപ്പൊ ഈ ഓപ്ഷൻ അല്ല, ഓക്സിജൻ പ്ലസ് ഫ്യൂൽ ഗ്യാസ് ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ല. പിന്നെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, പ്രൊപ്പൈൻ ഉണ്ട്, നൺ ഓഫ് ദി എബോ. നമുക്ക് ഓക്സിജൻ പ്ലസ് ഫ്യൂൽ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ് ഓക്സിജൻ പ്ലസ് ഫ്യൂൽ ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ നമുക്കുള്ളത് ഫ്യൂൽ ഗ്യാസ് ആണ്. അപ്പൊ ഓക്സിജൻ എന്ന ഓപ്ഷൻ തെറ്റാണ്. ഇനി കാർബൺ ഡയോക്സൈഡ് ആണോ പ്രൊപ്പൈൻ ആണോ അല്ലെങ്കിൽ നൺ ഓഫ് ദി എബോ ആണോ എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആയോ? അപ്പൊ എ ആവോ, എ ആവൂല എന്നാണ്, ബിയും സിയും ഡി ആവാം. അപ്പൊ ഫ്യൂൽ ഗ്യാസ് ഏതൊക്കെയെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഫ്യൂൽ ഗ്യാസ് ഏതാണ്? കൺവെൻഷണൽ ഫ്ലെയിം ഏതാണ്? അസിഡിറ്റീൻ ഉണ്ട്, പ്രൊപ്പൈൻ ഉണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അസിഡിറ്റീനോ പ്രൊപ്പൈനോ ഹൈഡ്രോജനോ ഓപ്ഷൻ ഉണ്ടോ? പ്രൊപ്പൈനോ? അപ്പൊ പ്രൊപ്പൈനാണ് ആൻസർ. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഓക്സിജൻ വരില്ല, കാരണം ഓക്സിജൻ പ്ലസ് ഫ്യൂൽ ഗ്യാസ്. അപ്പൊ ഇതാണ് ആൻസർ, പ്രൊപ്പൈൻ. ആൻസർ സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആയോ? Compared to conventional honing, electrochemical honing produces less noise and distortion, low material removal rate, less tool life, none of the above. അപ്പൊ കൺവെൻഷണൽ ഹോണിങ്ങും ഇലക്ട്രോകെമിക്കൽ ഹോണിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൺവെൻഷണൽ ഹോണിങ്ങിൽ നമുക്ക് എന്ത് മാത്രമാണ് ഉള്ളത്? മെക്കാനിക്കൽ അബ്രഷൻ വഴി മാത്രമാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. ഇലക്ട്രോകെമിക്കൽ ഹോണിങ്ങിൽ മെക്കാനിക്കൽ കോമ്പിനേഷൻ ഓഫ് മെക്കാനിക്കൽ അബ്രഷൻ ആൻഡ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ, chemical reaction. Here the chemical reaction plays a vital role in material removal, which is about 85 to 90%, and only the rest is produced by എന്താണ്? മെക്കാനിക്കൽ അബ്രഷൻ. അപ്പൊ ഇതിന് അഡ്വാൻറ്റേജ് എന്താണ്? ലെസ് നോയ്സ് ആണോ, ലോവർ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ആണോ, ഇൻ ഹാർഡ് മെറ്റീരിയൽസ് ആണോ, ടൂൾ ലൈഫ് കുറവാണോ, നൺ ഓഫ് ദി എബോവ്. അപ്പം ഇലക്ട്രോകെമിക്കൽ റിയാക്ഷന്റെ അഡ്വാൻറ്റേജ്, ഹോണിങ്ങിന്റെ അഡ്വാൻറ്റേജ് ഓവർ കൺവെൻഷണൽ ഹോണിങ് ആണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? ഇൻക്രീസ്ഡ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഓൺ ഹാർഡ് മെറ്റൽസ്, അതുണ്ടോ? ഇൻക്രീസസ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നമുക്ക് ഹാർഡ് മെറ്റൽസിൽ കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ അതല്ല അല്ലെ. ഹോണിങ് സ്റ്റോൺ ലൈഫ് ഈസ് ജനറലി എക്സ്റ്റെൻഡഡ്. ഹോണിങ് സ്റ്റോൺ ലൈഫ്, ഹോണിങ് സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സ്റ്റോണ് ടൂൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ടൂൾ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? കാരണം ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. മെക്കാനിക്കൽ അബ്രഷൻ വഴി കുറവായതുകൊണ്ട് ടൂൾ ലൈഫ് അഥവാ ഹോണിങ് സ്റ്റോണിന്റെ ലൈഫ് കൂടുതലെന്നാണ് പറഞ്ഞത്. അതിനകത്ത് നോ മൈക്രോ സ്ക്രാച്ചസ് ഇല്ല, ലെസ് പ്രഷർ വർക്ക്, റെഡ്യൂസ് നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ അല്ലെ. അപ്പൊ അത് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്? ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ലെസ് നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ ഇതുണ്ട് അല്ലെ, അല്ലെ? ഇതുണ്ട്. ഇനി ലോവർ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അല്ല, ലെസ് ടൂൾ ലൈഫ് അല്ല, മോർ ടൂൾ ലൈഫ് അല്ല, നൺ ഓഫ് ദി അബോവ് അല്ല. കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുതലാണ്, ടൂൾ ലൈഫും കൂടുതലാണ്. മനസ്സിലായി? അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ എ ആണ്. ലെസ് നോയ്സ് കുറവാണ്, ഡിസ്റ്റോർഷൻ കുറവാണ്. നോയ്സ് കുറവാണ് കാരണം മെക്കാനിക്കൽ അബ്രഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരഞ്ഞൊരഞ്ഞ് കൂടുതൽ സൗണ്ട് കേൾക്കുന്നത്. അതേസമയം മെക്കാനിക്കൽ അബ്രഷൻ കുറവായതുകൊണ്ട് മറ്റേതാണ് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്താണ്, ഏതിലാണ് നമുക്ക് അഡ്വാൻറ്റേജ് ഉള്ളത്? നോയ്സ് റിഡക്ഷൻ കുറവാണ്, അതുകൊണ്ട് ടൂൾ ലൈഫും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആണ് സർ. ഇനി റേഡിയൽ വീൽ ബ്രേക്കേജ് ഇൻടു 2 പീസസ് ഇൻ ഗ്രൈൻഡിങ് ഈസ് കോസ്ഡ് ബൈ റേഡിയൽ ബ്രേക്കേജ് ഇൻ 2 പീസസ്. അപ്പൊ ഈ 2 പീസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റേഡിയൽ ബ്രേക്കേജ് 2 പീസിലും 3 പീസിലും സംഭവിക്കാറുണ്ട്. റേഡിയൽ ബ്രേക്കേജ് ഇൻ 2 പീസസ് ഈസ് കോസ്ഡ് ബൈ ഏതൊക്കെയാണ്? ഇംപ്രോപ്പർ മൗണ്ടിങ് ഓഫ് വീൽ ആണോ, ഓവർ ഹീറ്റ് കൊണ്ടാണോ, സൈഡ് സ്ട്രെയിൻ കൂടുതലായതുകൊണ്ടാണോ, അതോ കൂളന്റ് ഫോൾട്ടി കൂളന്റ്, അതായത് നമ്മൾ ഉപയോഗിക്കേണ്ട. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഈ 2 പീസസ് എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 2 രീതി പൊട്ടുന്നുണ്ട്, 2 പീസായിട്ടും പൊട്ടുന്നുണ്ട്, 3 പീസായിട്ടും പൊട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഏതാണ്? ഒന്ന് ഇംപ്രോപ്പർ മൗണ്ടിങ് ആണോ, അത് ഓവർ ഹീറ്റിംഗ് ആണോ, അത് എക്സസീവ് സൈഡ് സ്ട്രെയിൻ ആണോ, അല്ലെങ്കിൽ ഫോൾട്ടി കൂളന്റ് ആണോ? ക്ലിയർ ആയോ? കേൾക്കാമോ? ഓപ്ഷൻ നോക്കാം, ഓപ്ഷൻ നോക്കാം. റേഡിയൽ ബ്രേക്ക് ഇൻടു 2 പീസസ്, ഇതാണ്
എന്താണ് കോസ്? എക്സസീവ് സൈഡ് സ്ട്രെയിൻ. കണ്ടോ? കാണുന്നുണ്ടോ? ഹലോ, കണ്ടു സർ. അപ്പൊ ഇതാണോ ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതാണ് ആൻസർ. എക്സസീവ് സൈഡ് സ്ട്രെയിൻ ഓപ്ഷൻ ആയിട്ടുണ്ടോ? എക്സസീവ് സൈഡ് സ്ട്രെയിൻ ഓപ്ഷൻ ആയിട്ടുണ്ടോ? നോക്കിയേ, ഇതുണ്ട് അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ബാക്കിയൊന്നും അല്ല, ഇംപ്രോപ്പർ അല്ല, ഓവർ ഹീറ്റിംഗ് ഫോൾട്ട് പോയിന്റ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്തിനാ എടാ ഇനിയുള്ളതേ മറ്റേ പഴയ സ്ലൈഡ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കാണ്, കാരണം മറ്റേതും കൂടെ കാണിച്ചാലേ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ഇല്ല. അപ്പൊ ഞാനേ ഫുൾ സ്ക്രീൻ മാറ്റിയിട്ട് മറ്റേത് കാണിക്കാം കേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഹലോ, ഓക്കെ സർ. മറ്റേ സാറ് നിങ്ങൾ പഠിപ്പിച്ച വെച്ചിട്ടാണ് ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഫുൾ സ്ക്രീൻ മാറ്റിയിട്ട് മറ്റേ ഇതും കൂടെ ഞാൻ ഓപ്പൺ ചെയ്യാം കേട്ടാ, എന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ? അപ്പൊ ദ റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദി മെറ്റീരിയൽ റിമൂവ്ഡ് ടു ദി വോളിയം ഓഫ് ദി വീൽ വെയർ, അതായത് വീൽ വെയറും നമ്മൾ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന തമ്മിലുള്ള റേഷ്യോക്ക് പറയുന്ന പേരെന്താണ്? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്നാണോ, ഗ്രൈൻഡിങ് വെയർ ആണോ, വീൽ വെയർ ആണോ, ഗ്രൈൻഡിങ് റേഷ്യോ എന്നാണോ? ഓപ്ഷൻ ഡി, ഗ്രൈൻഡിങ് റേഷ്യോ. അപ്പൊ ഇതാണ് ഇവിടെ ഗ്രൈൻഡിങ് റേഷ്യോ ഇസ് ദി റേഷ്യോ ബിറ്റ്വീൻ വോളിയം ഓഫ് ദി മെറ്റീരിയൽ റിമൂവ് ടു ദി വോളിയം ഓഫ് ദി വീൽ വെയർ. അപ്പൊ ഗ്രൈൻഡിങ് റേഷ്യോയുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. എന്തിനാണ് ക്ലിയറായോ? ഹലോ, ഓക്കെ സർ. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി. ഡി അല്ലേ? ഗ്രൈൻഡിങ് റേഷ്യോ എന്നല്ലേ? ഗ്രൈൻഡിങ് റേഷ്യോ ആണേ. ഓപ്ഷൻ ഡി എന്നല്ലേ ഞാൻ പറഞ്ഞ? അത് കേട്ടത് മിസ്റ്റേക്ക് സർ. ഗ്രൈൻഡിങ് റേഷ്യോ. ഇനി കൊറണ്ടം കണ്ടെയ്ൻസ് അലൂമിനിയം ഓക്സൈഡ് ഓഫ് എബോൺ. അപ്പൊ എന്താണ് കൊറണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് അബ്രസീവാ കേട്ടാ. അപ്പൊ അബ്രസീവില് ഒരു ടൈപ്പ് ഓഫ് ഇതാണ് കൊറണ്ടോ എന്ന് പറയുന്നത്. കൊറണ്ടോ ഈസ് എ മിക്സ്ചർ ഓഫ് നാച്ചുറൽ അലുമിനിയം ഓക്സൈഡ് വിച്ച് കണ്ടെയ്ൻസ് 75 to 95% അലുമിനിയം ഓക്സൈഡ്. നമ്മൾ ഗ്രൈൻഡിങ് വീൽസിൽ ഉപയോഗിക്കുന്ന അബ്രസീവിന്റെ ഒരു ടൈപ്പാണ് കൊറണ്ടോ എന്ന് പറയുന്നത്. അതിൽ എന്താണ് നാച്ചുറൽ അലുമിനിയം ഓക്സൈഡ് ആണ്. അതിൽ 75 തൊട്ട് 95% അലുമിനിയം ഓക്സൈഡ് ആണ്. അപ്പൊ അതിൽ ആ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് 55 തൊട്ട് 65 ഉണ്ട്, 75 തൊട്ട് 90 ഉണ്ട്, 40 തൊട്ട് 68 ഉണ്ട്, നൺ ഓഫ് ദി എബോവ്. നമ്മൾ കറക്റ്റ് ആൻസർ എത്രയാണ്? 75 to 90%. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയാം. 75 to 90% ഉണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഹലോ, അലുമിനിയം ഓക്സൈഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ ഹീറ്റിംഗ് അയൺ ഓർ മിനറൽ ബോക്സൈറ്റ്, സിലിക്കൺ കാർബൈഡ്, നൺ ഓഫ് ദി എബോവ്. അലുമിനിയം ഓക്സൈഡ് എങ്ങനെയാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്? ജനറലി മാനുഫാക്ചർ ചെയ്യുന്നത് അയൺ കോറിന്റെ ഹീറ്റ് ചെയ്തിട്ടാണോ, മിനറൽ ബോക്സൈറ്റ് ഹീറ്റ് ചെയ്തിട്ടാണോ, സിലിക്കൺ കാർബൈഡ് ആണോ, നൺ ഓഫ് ദി എബോവ്. അലുമിനിയം ഓക്സൈഡ് അത് ഒരു അബ്രസീവ് ആണ്. ഈസ് മാനുഫാക്ചർഡ് ബൈ ഹീറ്റിംഗ് മിനറൽ ബോക്സൈറ്റ് മിക്സ്ഡ് വിത്ത് ഗ്രൗണ്ട് കോക്ക് ആൻഡ് അയൺ ബോറിങ്സ് ഇൻ ആർക്ക് ടൈപ്പ് ഇലക്ട്രിക്കൽ ഫർണസ്. അപ്പൊ മിനറൽ ബോക്സൈറ്റും കോക്കും അയൺ ബോറിങ്സും കൂടെ ഹീറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്നതാണ് അലുമിനിയം ഓക്സൈഡ്. ഇതിൽ നമുക്ക് മിനറൽ ബോക്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ ഇത്രയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ.